ഈ രാത്രിയിലും ദൈവവചന പഠനത്തിനായിട്ട് ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. കഴിയുന്ന എല്ലാവരും നിങ്ങൾ വീഡിയോകൾ ഓൺ ചെയ്തിരിക്കുന്നത് എനിക്കൊരു അനുഗ്രഹമാണ്. ഞാൻ ഇന്ന് പകൽ മുഴുവൻ ഇവിടെ റെസ്റ്റ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് രാത്രി ക്ലാസ്സിലേക്ക് വരുന്നത്. പറ്റുന്നവരെല്ലാം നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് ഈ സെക്ഷനിൽ പങ്കെടുക്കുക. ഏതെങ്കിലും വ്യക്തികൾ ജോലിയിലോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് പിന്നത്തതിൽ യൂട്യൂബിൽ കേൾക്കുന്നവരുണ്ട്. ഞാൻ യൂട്യൂബ് ഓൺ ചെയ്തിടാത്തതിന് കാരണം ഞാൻ അടുത്ത 1-2 ആഴ്ച, ചിലപ്പം ഒരാഴ്ച മിഷൻ ട്രിപ്പിലായിരിക്കും, പിറ്റത്തെ ആഴ്ച മൂന്നാർ ട്രിപ്പിലായിരിക്കും. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഒന്നുകൂടെ ഈ ക്ലാസ് റിവൈൻഡ് ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് യൂട്യൂബിൽ പബ്ലിക്കാക്കി ഇടാത്തത്. ഇത് പല പ്രാവശ്യം കേൾക്കുമ്പോഴാണ് നിങ്ങളുടെ അകത്ത് ഇത് പതിയുന്നത്. കഴിയുന്നവർ ഇത് എഴുതിയെടുക്കുന്നതൊക്കെ നല്ലതാണ്. നിങ്ങൾ പഠിക്കുന്നത്, ദൈവവചനം കൃത്യമായിട്ട് പഠിക്കുന്നത് നല്ലതാണ്. ദൈവദാസന്മാർ അങ്ങനെ ഇപ്പോൾ ദൈവവചനം പഠിച്ച് അങ്ങനെ വളരാനുള്ള ഒരു താല്പര്യത്തിലേക്ക് കൂടെ വരുന്ന സമയമാണ്. നമ്മുടെ പഠനങ്ങൾ കവനൻറ്റിനോടുള്ള ബന്ധത്തിലാണ് നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂ കവനൻറ്റിനുള്ള ബന്ധത്തിലാണ്. ഒരിടയ്ക്ക് നമുക്ക് എല്ലാ ബുധനാഴ്ചയും രാവിലെ കർത്താവിൻ്റെ മേശയുണ്ടായിരുന്നു. ദൈവാത്മാവ് ഒരു വലിയ ഉണർവിനായിട്ട് ലോകവ്യാപകമായിട്ട് ദൈവജനത്തെയും ദൈവസഭകളെയും ഒരുക്കുകയാണ്. ദൈവാത്മാവ് ഉണർവിന്, പ്രകൃത്യാതീതമായ ഉണർവിനായി ദൈവം ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരും എല്ലാ ദിവസവും കത്രിമേശ എടുക്കുന്നവരായിരുന്നു. ഞാൻ ഈ പറയുന്ന പദങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ദൈവം അസാധാരണമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ദൈവദാസന്മാരും എല്ലാ ദിവസവും കത്രിമേശ എടുക്കുന്നവരായിരുന്നു. വ്യവസ്ഥാപിത ദൈവശാസ്ത്ര പഠനമുള്ള അഭിഷിക്തന്മാർക്ക് അവരുടെ ചിന്ത കത്രിമേശ സഭായുഗത്തിൽ മാത്രം എടുക്കേണ്ടതാണ്. സഭയുടെ അതിനൊരു വാക്യം പറഞ്ഞു, പലരായ നാം അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ക്രിസ്തുവിലൊരു ശരീരമാകുന്നു, അതുകൊണ്ട് സഭയിൽ വേണം കത്രിമേശ എടുക്കാനെന്ന് ചിന്തിക്കുന്ന പാസ്റ്റേഴ്സ് ഉണ്ട്. ഇന്നും പാസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ അതിനകത്ത് ഇങ്ങനെയൊരു ടോക്ക് വന്നപ്പോൾ ഒടുവിൽ എനിക്ക് പറയേണ്ടി വന്നു, കവനൻ്റെ കത്രിമേശ ഉടമ്പടിയുടെ മീലാണ്. അത് ഭവനങ്ങളിൽ ആണ് പുതിയ നിയമസഭയിൽ ആരംഭിച്ചത്. അവർ ഭവനങ്ങളിൽ അത് എടുക്കാറുണ്ടായിരുന്നു. ഞാൻ ഈ കവനൻ്റ് പഠിപ്പിച്ചു വരുമ്പോൾ എൻ്റെ അകത്തുള്ള ആഗ്രഹം, കവനൻ്റ് എടുത്തു വരുമ്പോൾ ഈ കവനൻ്റ് എടുക്കുമ്പോൾ കവനൻറ്റിൻ്റെ മീലായ കത്രിമേശ എടുക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഭയങ്കര ഫെയ്ത്ത് ഉണ്ടാക്കും. ഈ സന്ദേശം കഴിഞ്ഞ ശേഷം റെക്കോർഡിങ് കട്ട് ചെയ്ത ശേഷം ഞാൻ അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല, ഇങ്ങനെ വളരണമെന്ന് താല്പര്യമുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രമീകരണം ഇതിനിടയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഇന്ന് ഞാൻ തീരുമാനിച്ചതാണ്. ഇന്ന് പകൽ നടക്കുന്ന പാസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് നടന്നപ്പോഴാണ് ഞാൻ ആ കാര്യം തീരുമാനിച്ചത്. ഇന്ന് പകൽ പാസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് നടന്നപ്പോൾ ലോകത്ത് വളരുന്ന ചർച്ചകളിലെല്ലാം ഈ സിസ്റ്റം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടെയും നമ്മൾ തൽക്കാലം ആഴ്ചയിൽ 1 നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഞാനത് ഈ മീറ്റിങ്ങിന് ശേഷം പറയാം. നമ്മൾ ഈ കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് കവനൻറ്റിനെ കുറിച്ചുള്ള ക്ലാസ് എടുക്കുകയായിരുന്നു. അതിനിടയിൽ നമ്മൾ ഈ നമ്മുടെ സൂമിനകത്ത് ആഡാകുന്നവരെ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത്, ഞാൻ ആരൊക്കെയോ കോഹോസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ആരൊക്കെയൊന്നും എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. നിങ്ങളാക്കി വെച്ചിരിക്കുന്നവരൊന്ന്, ഞാൻ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നവരെ കാണുന്നവരെയാണ് ഹോസ്റ്റ് ആക്കുന്നത്. അപ്പോൾ ഒന്ന് നിങ്ങൾ വരുന്നവരെ ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ പിന്നെ എനിക്ക് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ശ്രദ്ധിക്കൂ, നമ്മുടെ തിരുവചനത്തിനകത്തുള്ള അജ്ഞതയാൽ നമ്മൾ അനുഭവിക്കുന്ന പലതുണ്ട്. അപ്പോൾ 2 കഴിഞ്ഞ സെക്ഷനുകളിലൂടെ നമ്മൾ ശാപവും അനുഗ്രഹവും എന്ന വിഷയം സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. എനിക്ക് ഞായറാഴ്ച ഞാൻ വെള്ളിയാഴ്ച എടുത്തതിൻ്റെ ബാക്കി ഭാഗം എടുക്കുവാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എനിക്കെന്തോ അത് തുടരുവാനായിട്ട് സാധിച്ചില്ല. ഇന്ന് രാത്രി നമ്മൾ വീണ്ടും ഈ പഴയ ഉടമ്പടിയിലൂടെ ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ വന്ന ശാപങ്ങൾ, ഇത് കൂടുതലും കിടക്കുന്നത് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലാണ്. നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലുള്ള പല ശാപങ്ങളും അതിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ റിസൾട്ടുകൾ, ഈ എഫക്റ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നാം. സെയിം ആയിരിക്കാം, സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയണം, ആവർത്തന പുസ്തകം 28-ഉം നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല എന്ന കാര്യം നിങ്ങൾ അറിയണം.
ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം കേട്ടോ. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവമുള്ളതുപോലെ തോന്നാം, ഉണ്ടാകാം. പക്ഷേ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുന്ന ശാപങ്ങളും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. സാമ്യം നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ലീഗലി നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാനിപ്പോൾ പറഞ്ഞ് മനസ്സിലായോ? അതെന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ? ഞാൻ ഈ പറഞ്ഞ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ പറഞ്ഞത്. ആവർത്തനം 28-ലെ ശാപങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നതുമായിട്ട് സാമ്യമുണ്ടെങ്കിലും, സാമ്യം ഉണ്ടാകാം ചിലപ്പം, പക്ഷെ ആവർത്തനം 28-ലെ ശാപം അല്ല നിങ്ങളുടെ മേൽ വാഴുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ അതിന് കാരണം എന്താണെന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം നോക്കട്ടെ, എന്നിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ആരെങ്കിലും മയക്കാൻ വീട്ടിൽ പറയൂ. യേശുവിന്റെ ശാപം എല്ലാം ക്രൂശിൽ വഹിച്ചു. യേശുവിന്റെ ശാപം മൊത്തം ക്രൂശിൽ വഹിച്ചു. ഓക്കെ, നീ അത് മോളത് പറഞ്ഞത് റോസ്മിനാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ ന്യായപ്രമാണത്തിന് കീഴിലല്ലാത്തതുകൊണ്ട്. ന്യായപ്രമാണത്തിന് കീഴിലല്ലാത്തത് കൊണ്ട്. റെഡി ആയിട്ട് വരുന്നു. ഒന്നും കൂടെ. പ്രമാണം നീങ്ങിപ്പോയതുകൊണ്ട്, ന്യായപ്രമാണം നീക്കിപ്പോയതുകൊണ്ട്. ശരിയായിട്ട് വരുന്നു. വരട്ടെ വരട്ടെ വരട്ടെ, വണ്ടി റെഡിയായി വരുന്നു. ദൈവത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. ദൈവത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്, അതും കറക്റ്റാണ്. ഇപ്പൊ രണ്ടുപേര് പറഞ്ഞു രണ്ട് പദങ്ങൾ ഒന്ന് ചേർത്താൽ അത് ശരിയായി. ഒന്ന് പറഞ്ഞ് ഇപ്പൊ രണ്ടുപേര് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ രണ്ടുപേരെന്ന് പറഞ്ഞ് ഒന്ന് നമ്മൾ ന്യൂ കവനന്റിന്റെ കീഴിലാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഒന്നും കൂടെ ചേർന്ന് വന്നു. ഒന്നും കൂടെ പറഞ്ഞാൽ അത് ശരിയാവുള്ളൂ. അതാണ് അതിന്റെ കറക്റ്റ്. റീത്ത സിസ്റ്റർ ആണ് പറഞ്ഞത്. എനിക്ക് കൈ തരാനും പറ്റില്ല, ഗിഫ്റ്റ് തരാനും പറ്റില്ല, കാരണം ഓൺലൈനായിപ്പോയി. ഇപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ സിസ്റ്റം കണ്ടുപിടിച്ചല്ലോ. നമുക്ക് സൂമിൽ കൂടെ കണ്ടിരുന്ന് സംസാരിക്കാനുള്ള സിസ്റ്റമൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചായയോ കാപ്പിയോ ബിസ്ക്കറ്റോ ഒക്കെ കൊടുത്ത് സംസാരിക്കാനുള്ള സിസ്റ്റം കൂടെ ഒരുങ്ങട്ടെ. എന്നെ ഒന്നും പറയാൻ പറ്റില്ല, എന്തൊക്കെ സിസ്റ്റങ്ങളാണ് വരിക എന്ന് വല്ലതും പറയാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുകയില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും റീത്ത സിസ്റ്റർ പറഞ്ഞതാണ് അതിൻ്റെ ക്ലൈമാക്സ്. നിങ്ങളെല്ലാം പറഞ്ഞത് അതിൻ്റെ ഓരോരോ ഭാഗങ്ങളാണെങ്കിലും ആവർത്തന പുസ്തകം 28 വാസൽ കവനൻ്റാണ്. ആവർത്തന പുസ്തകം എന്താണ്? വാസൽ കവനൻ്റ്. അപ്പോൾ ഇനിയാണ് നമ്മൾ, അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ നമ്മുടെ മേൽ ശാപങ്ങൾക്ക് വാഴാൻ അവകാശമോ അധികാരമോ ഇല്ലെന്ന് നമ്മുടെ മനസ്സിനെ അരക്കിട്ട് ഉറപ്പിക്കാനാണ് നമ്മൾ ഈ വചനങ്ങൾ പഠിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ മേൽ ഒരു ശാപത്തിനും വാഴാൻ അധികാരം ഇല്ല. അപ്പം അതിന് ഈ സാധാരണഗതിയിൽ കണ്ടമാനം പ്രസംഗകർ ആവർത്തനം 28-ലെ ശാപം പ്രസംഗിച്ചിട്ടുണ്ട്. നമുക്കത് വായിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് തോന്നാം അത് വായിക്കുമ്പോൾ അത് നമ്മുടെ മേൽ അങ്ങനെ തന്നെ ഉണ്ടെന്നൊക്കെ തോന്നാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരികയാണ്. ശ്രദ്ധിച്ച് എൻ്റെ കൂടെ ഇരുന്ന് കേൾക്കണം. ഒരു പ്രാവശ്യം കൂടെ ഞാൻ വീഡിയോ ഓൺ ചെയ്യാത്തവരോട് നിങ്ങൾ പറ്റുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് വരുന്നത് നല്ലതാണ്. നമ്മൾ നാളെ രാവിലെ മുതൽ നമ്മൾ രാവിലെയുള്ള പ്രാർത്ഥനയുണ്ട്. 5:30ക്കുള്ള പ്രാർത്ഥന പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിന്, വ്യക്തിപരമായ ജീവിതത്തിന്, നിങ്ങളുടെ കുടുംബജീവിതത്തിന് അനുഗ്രഹപ്രദമായിരിക്കും. രാവിലെ നമ്മൾ ക്രിസ്തുവിൽ ആരാണെന്ന് പ്രഖ്യാപിച്ച് നമ്മളുടെ മേലുള്ള അനുഗ്രഹങ്ങളെ പ്രഖ്യാപിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആരംഭിക്കാൻ, ഒരു ദിവസം ആരംഭിക്കാൻ. അത് ഒരു ശരീരമായി, സഭയായി നാം പ്രഖ്യാപിക്കുന്നത് നിങ്ങളുടെ മേൽ അനുഗ്രഹത്തെ കൊണ്ടുവരും എന്നും കൂടി അറിഞ്ഞിരിക്കുക. ഇന്ന് രാവിലെ ഞങ്ങളുടെ പാസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ അതിനകത്തൊരു ദേവദാസൻ പറഞ്ഞൊരു വാക്യം ഞാൻ ഇന്ന് നമ്മുടെ ബൈബിൾ കോളേജ് ഗ്രൂപ്പിലിട്ടുണ്ട്. രാവിലെ നീ കൽപ്പിച്ചാൽ നിൻ്റെ ലക്ഷ്യം ഭൂമിയുടെ അറ്റത്തോളം എത്തുമെന്ന് യോബിൻ്റെ പുസ്തകത്തിൽ വാക്യം അവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് സമയമുള്ളപ്പോൾ വായിച്ചു നോക്കുക. ഓക്കെ, നമ്മൾ ഉടമ്പടിയിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്, ഞാൻ അവസാനമാണ് കേട്ടോ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ പ്രഥമമായൊരു ഭാഗം എടുക്കുകയാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചു വന്നത് പ്രധാനമായ കവനൻറ്റുകളാണ് പഠിച്ചു വന്നത്. നോഹൈക കവനൻറ്റും അബ്രഹാമി കവനൻറ്റും ദാവീദ്യ കവനൻറ്റും ഇപ്പോഴും തുടരുന്നുണ്ട്. നമ്മൾ പുതിയ ഉടമ്പടിയുടെ ഭാഗമാണ്. എന്നാൽ ദൈവം മോശ മുഖാന്തരം സീനായ് പർവ്വതത്തിൽ വെച്ച് ചെയ്ത ഉടമ്പടി അത് കിൻഷിപ്പ് കവനൻ്റാണ്. അത് കിൻഷിപ്പ് കവനൻ്റാണ്. ഗ്രാൻഡ് കവനൻ്റ് ചെയ്യാൻ ദൈവം ഇറങ്ങി വന്നു. പക്ഷെ ജനം പറഞ്ഞു, ഞങ്ങളോട് ദൈവം സംസാരിക്കേണ്ട, മോശ സംസാരിച്ചാൽ മതി, പറയുന്നത് ചെയ്തോ, പറഞ്ഞോ, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ അത്
കിൻഷിപ്പ് കവനന്റിലേക്ക് ആ കവനന്റ് ദൈവാത്മാവിനെ യഹോവയാം ദൈവത്തെ ജനത്തിൻ്റെ ഡിമാൻഡ് പ്രകാരം തിരിക്കേണ്ടി വന്നു. ദൈവം അതിലേക്ക് താഴേക്ക് ഇറങ്ങി വന്നു. ഈ പദങ്ങളൊക്കെ പറയുമ്പോൾ പദങ്ങളുടെ അർത്ഥവ്യാപ്തിയിലെ പ്രശ്നങ്ങളുണ്ടാകാം. നിങ്ങൾക്കത് ഗ്രാഹ്യമാകുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷേ കുഴപ്പമുണ്ടായത് ഇസ്രായേൽ ജനത്തിന് ഈ കവനന്റ് സൂക്ഷിക്കാൻ പറ്റിയില്ല. കവനന്റ് സൂക്ഷിക്കാൻ പറ്റാതെ വന്നപ്പോൾ ദൈവം ആ ഇസ്രായേൽ ജനത്തെ പല പ്രാവശ്യം കൊല്ലാൻ തീരുമാനിച്ചു. നിശേഷം ആ ജനത്തെ എടുത്തു മാറ്റാൻ, ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാൻ ദൈവം തീരുമാനിച്ചു. പ്രധാനമായ 2 ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു. പുറപ്പാട് പുസ്തകത്തിനകത്തും സംഖ്യാ പുസ്തകത്തിനകത്തുള്ള 2 ഭാഗങ്ങൾ, പുറപ്പാട് 32:9 മുതൽ 14 വരെ, സംഖ്യ പുസ്തകം 14:11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ പ്രകാരം ഈ ജനത്തെ ഭൂമുഖത്ത് തുടച്ചു നീക്കി ഞാൻ നിന്റെ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കാം എന്ന് ദൈവം മോശയോട് പറയുന്ന ഒരു തലത്തിലേക്ക് ദൈവത്തിന് ഇറങ്ങി വരേണ്ടി വന്നു. ഒടുവിൽ ഈ ഉടമ്പടിയുടെ ഒരു ഭാഗത്ത് നിൽക്കുന്ന, മറുഭാഗത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഉടമ്പടിയുടെ പങ്കാളിയായ മോശ മരിക്കുന്ന സമയം വരുന്നു. ആ സമയത്ത് 2 പേർ ഒരു ഉടമ്പടിയിലേക്ക് വന്നാൽ അതിനകത്ത് ഒരാൾ മരിക്കുമെങ്കിൽ, മരിക്കുന്ന സമയമായാൽ ഈ ഉടമ്പടി അടുത്ത ആളിലേക്ക് പുതുക്കി നൽകണം. അപ്പോൾ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് നൽകിയ ഉടമ്പടി, മോശ മരിക്കാൻ പോകുന്നു. ആ മോശ മരിക്കുന്നതിന് മുമ്പ് ഈ ഉടമ്പടി പുതുക്കി നൽകണം അടുത്ത ആളിലേക്ക്. അപ്പൊ ഇനി ഇത് യോശുവിലേക്ക് കൈമാറണം. പക്ഷെ ഈ സമയത്ത് ദൈവം ഉടമ്പടി കൈമാറുന്ന സമയത്ത് ദൈവം ഈ ഉടമ്പടിയെ ഗ്രാൻഡ് കവനന്റിൽ നിന്ന് കിങ്ഷിപ്പ് കവനന്റിലേക്ക് കൊണ്ടുവന്ന ഈ ഉടമ്പടിയെ മോശ മരിക്കുന്ന സമയത്ത് ദൈവം ഇതിനൊരു വാസൽ കവനന്റ് ആക്കി മാറ്റി. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ഉയർന്ന രാജാവ് താഴ്ന്ന രാജാവിനോട് ചെയ്യുന്ന, ജയിച്ച രാജാവ് തോറ്റ രാജാവിനോട് ചെയ്യുന്ന, ഉയർന്ന വ്യക്തി താഴ്ന്ന വ്യക്തിയോട് ചെയ്യുന്ന ഒരു ഉടമ്പടിയായി ഈ ഉടമ്പടിയെ ദൈവാത്മാവ് താഴേക്ക് കൊണ്ടുവന്നു. ഇതിന് നമുക്ക് ഒരു സൂചകം ഞാൻ നിങ്ങൾക്ക് തരാം. ഈ ഗ്രാൻഡ് കവനന്റിനകത്തുള്ള കൽപ്പലക സൂക്ഷിക്കേണ്ടത് എവിടെയാണെന്നാണ് പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ ഇവിടെ? കർത്താവേ, ഞാൻ എത്ര വയ്യാതെ വന്ന് എഴുന്നേറ്റ് വന്നാൽ ഇവരെൻ്റെ കൂടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ കവനന്റ് എവിടെയാണ് വെക്കേണ്ടത്? അതിവിശുദ്ധ എവിടെയാണ് വെക്കേണ്ടത്? ആർക്ക് ഓഫ് കവനന്റിനകത്ത്. അങ്ങനെ പറയണം. പെട്ടകത്തിന്റെ അകത്ത് വേണം സാക്ഷ്യഫലകൾ 2 വെക്കാൻ. കണ്ടോ? കവനന്റിന്റെ, കിൻഷിപ്പ് കവനന്റിന്റെ പ്രമാണങ്ങൾ 2 വെക്കേണ്ടത് പെട്ടകത്തിനകത്ത് വേണം. ഞാൻ പറഞ്ഞിരുന്നു 2 കവനന്റാണ് ഉണ്ടാകേണ്ടത്. 2 കവനന്റ് 2 പാർട്ടികളുടെ ആലയത്തിനകത്താണ് വെക്കേണ്ടത്. ഏതെങ്കിലും ഒരു പാർട്ടി അതിൽ നിന്ന് മാറിയാൽ അവരുടെ ദൈവം കൊല്ലണം. ഇപ്പൊ 2 ദൈവങ്ങളില്ല. ഇസ്രായേലിന്റെ ദൈവവും യഹോവയ്ക്ക് വേണ്ടി നിൽക്കുന്നു, യഹോവ തന്നെയാകിയാൽ 2 കവനന്റും കൂടെ, 2 കൽപ്പലകയും കൂടെ ഒരുമിച്ച് ഒരു പെട്ടിയിലിട്ട് ഒരുമിച്ച് ഒരു ദൈവത്തിന്റെ ആലയത്തിൽ വെച്ചേക്കുകയാണ്. എന്നാൽ ഈ വാസൽ കവനന്റ് എഴുതിയപ്പോൾ ഈ വാസൽ കവനന്റ് എവിടെയാണ് വെച്ചതെന്ന് ആവർത്തന പുസ്തകം 31:26 എഴുതിയിട്ടുണ്ട്. ഒന്ന് എടുത്തിയ വാക്യം. ആവർത്തന പുസ്തകം 31 അധ്യായത്തിന്റെ 26 വാക്യത്തിലേക്ക് വന്നേ. ഈ ന്യായപ്രമാണം എടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമ പെട്ടകത്തിനരികെ വെപ്പീൻ. പെട്ടകത്തിന് എവിടെ വെക്കണം? ഓടിപ്പോകല്ലേ, പതുക്കെ വാ. 24, 25, 26 വാക്യങ്ങൾ പറയുകയാണ്. മോശ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവൻ ഒരു പുസ്തകത്തിൽ എഴുതി തീർന്നപ്പോൾ, കണ്ടോ, പുസ്തകത്തിൽ എഴുതി തീർന്നപ്പോൾ ആദ്യം എഴുതിയത് എവിടെയാണ്? പുസ്തകത്തിൽ. കിങ്ഷിപ്പ് കവനന്റ് എഴുതിയത് എവിടെയാണ്? കൽപ്പലകയിൽ. ലിൻഡാമേ, നിന്റെ തല ഞാൻ തല്ലി പൊളിക്കും. കിങ്ഷിപ്പ് കവനന്റ് എഴുതിയത് എവിടെയാ? കിങ്ഷിപ്പ് കവനന്റ് എഴുതിയത് പറ, ലിൻഡ തന്നെ പറ. കൽപ്പലകയിൽ. വാസൽ കവനന്റ് എഴുതിയ എവിടെയാണ്?
അതിപ്പോ നീ വായിച്ചു. നീ കഴിഞ്ഞ 2 ക്ലാസ് പങ്കെടുത്തില്ല. നീ ഇച്ചിരി ടെൻഷൻ കൂടുതൽ കാരണം അതിൽ ഓടി നടക്കുകയായിരുന്നു. അതുകൊണ്ടായിരുന്നു അയ്യോ കർത്താവ് എന്ന് വെച്ചിട്ട് ആൾ അതിൽ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പം വാസൽ കവനന്റ് എഴുതിയത് പുസ്തകത്തിലും കിൻഷിപ്പ് കവനന്റ് എഴുതിയത് കൽപ്പലകയിലുമാണ്. അപ്പൊ കൽപ്പലക എവിടെയാ സൂക്ഷിക്കേണ്ടത്? സാക്ഷ്യപ്പെട്ടകത്തിനകത്ത്. വാസൽ കവനന്റ് എവിടെയാ സൂക്ഷിക്കേണ്ടത്? എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു രക്ഷയുമില്ല. 29-ാം വാക്യം 26-ാം വാക്യം ഒന്നുകൂടെ വായിക്കേ. ഇതിലേക്ക് പോണം, നമുക്ക് ഇറങ്ങിപ്പോണം. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കുക. പെട്ടകത്തിനരികെ. പെട്ടകത്തിനകത്ത് ഇത് തിരിച്ചകത്ത് കയറണം. പെട്ടകത്തിനകത്തുള്ളത് എന്താണ്? കിൻഷിപ്പ് കവനന്റ്. പെട്ടകത്തിന് അരികെ ഉള്ളത് എന്താണ്? അപ്പൊ രണ്ടും രണ്ടാണോ? രണ്ടും ഒന്നാണോ? കണ്ടോ? അപ്പൊ സീനായ് പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് ദൈവം കൊടുത്ത കിൻഷിപ്പ് കവനന്റിലെ 2 കൽപ്പലകൾ വെക്കേണ്ടത് പെട്ടകത്തിനകത്ത്. എന്നാൽ വാസൽ കവനന്റിലെ കൽപ്പനകൾ വെക്കേണ്ടത് പെട്ടകത്തിന്റെ അരികിൽ. അപ്പൊ രണ്ടും രണ്ടാണോ? രണ്ടും ഒന്നാണോ? ഇവിടെ നിന്ന് വേണം നമുക്ക് തുടങ്ങാൻ. എന്താ ഡൗട്ട്? രണ്ടും ഒന്നാണ്. രണ്ടും രണ്ടാണ്. നിങ്ങളുടെ കൂടെ കൂടി ഞാനിപ്പോ ഈ പരുവത്തിലായി തുടങ്ങിയോ കർത്താവേ? രണ്ടും രണ്ടാണ്. വാസൽ കവനന്റും ഗ്രാൻഡ് കവനന്റും രണ്ടും രണ്ടാണ്. ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനകത്ത് ഒരെണ്ണം പോലും നിങ്ങളുടെ മേലില്ല, ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവനെ നമ്മൾ ക്യാൻസൽ ചെയ്യും. കിൻഷിപ്പ് കവനന്റും ഞാൻ ഇതിനകത്ത് ഇവര് പറഞ്ഞവന് എന്റെ ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അപ്പൊ കിൻഷിപ്പ് കവനന്റും വാസൽ കവനന്റും രണ്ടും രണ്ടാണ്. ഒന്ന് പെട്ടകത്തിനകത്ത്, മറ്റൊന്ന് പെട്ടകത്തിന് അരികിൽ. ഗ്രാൻഡ് കവനന്റിൽ വന്നിരിക്കുന്ന നിങ്ങളുമായിട്ട് ഇത് രണ്ടിനും ഒരു ബന്ധമില്ല. ഒരാമീൻ ഒന്ന് പറയാമെങ്കിൽ പറഞ്ഞു. ഒരാമീൻ ഒന്ന് അത് വിശ്വസിച്ചുകൊണ്ട് രാമീൻ പറഞ്ഞേരെ കർത്താവ്. നിങ്ങൾ വന്നിരിക്കുന്ന പുതിയ ഉടമ്പടിക്ക് ഇത് രണ്ടുമായിട്ട് ബന്ധമില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വേണ്ടേ പൊളിച്ചെഴുത്ത് തുടങ്ങാൻ വേണ്ടേ? അപ്പൊ ഇനി ഒരു കാര്യം, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം മുതൽ വായിച്ചു വരുന്ന ഏതെങ്കിലും ശാപങ്ങൾ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ഉടമ്പടിയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുകയും ക്രിസ്തുവിനാലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേലുണ്ടെന്നുള്ള ഉറപ്പ് നിങ്ങളുടെ അകത്ത് വെളിപ്പെടുകയും ചെയ്താൽ ഇത് മുഴുവൻ ക്യാൻസലായി പോവും. അപ്പൊ ദൈവം ഓർത്താൽ ഇസ്രായേൽ ജനത്തോട് അവർ 40 വർഷം ദൈവത്തിന്റെ ഉടമ്പടി തെറ്റിച്ചതിനാൽ ദൈവം മോശയുടെ മരണത്തോടുള്ള ബന്ധത്തിൽ സ്ഥാപിക്കുന്ന ഈ ഉടമ്പടി ഒരു വാസൽ കവനന്റ് ആയിട്ട് അവരോട് ചെയ്തു. ഒരു വാസൽ കവനന്റ് ചെയ്യുമ്പോൾ ആ കവനന്റിനകത്ത് 5 ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം. 1, അതിനൊരു ആമുഖം ഉണ്ടായിരിക്കണം. 2 പാർട്ടികൾ തമ്മിലുള്ള ഒരു ചരിത്രം ഉണ്ടായിരിക്കണം. 3, അതിനകത്ത് നിബന്ധനകൾ ഉള്ളത് അതിനകത്ത് എഴുതണം. 4, ഈ ഉടമ്പടിയുടെ അംഗീകാരം എഴുതണം. 5, ഈ ഉടമ്പടിയുടെ തുടർച്ച എഴുതണം. ഈ 5 ഭാഗങ്ങളാണ് ഒരു വാസൽ കവനന്റിനകത്തുണ്ടാകേണ്ടത്. ആവർത്തന പുസ്തകത്തിനകത്ത് ഇത് കൃത്യമായിട്ട് ഇതിങ്ങനെ തന്നെ വെച്ചേക്കുക. ഞാനത് പറയുമ്പം വേണ്ടവര് അത് എഴുതിയെടുത്തു കേട്ടോ. വേണ്ടവര്, ഞാൻ ഇനി ഒറ്റവട്ടേ പറയുള്ളൂ, 2ാം വട്ടം പറയുകയില്ല. ആമുഖം, വാസൽ കവനന്റ് എന്ന ആവർത്തന പുസ്തകത്തിന്റെ ആമുഖം. വാസൽ കവനന്റ് എന്ന ആവർത്തന പുസ്തകത്തിന്റെ ആമുഖം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെ. ആമുഖം 1, 2 കുത്ത് 1 വര 5 ഇത്രയും മതി. ചരിത്രം 2-ാം ഭാഗം എന്ന് പറയുന്നത് ചരിത്രമാണ്. 2 പാർട്ടികൾ തമ്മിലുള്ള ഉടമ്പടിയുടെ ചരിത്രമാണ്. മുമ്പിലെ അവിശ്വസ്തതകൾ നിമിത്തം വരുന്ന ചരിത്രം പറഞ്ഞുകൊണ്ട് വേണം ഇതിലെ നിബന്ധനകളിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ
ചരിത്രമാണ് 1-ാം അധ്യായം മുതൽ 4-ാം അധ്യായം വരെ കിടക്കുന്നത്. 1-ാം അധ്യായം മുതൽ 4-ാം അധ്യായം വരെ കിടക്കുന്നത്. 3-ാമത്തെ പാർട്ട് ഈ ഉടമ്പടിയിലേക്ക് വരുമ്പോഴുള്ള ഉയർന്ന രാജാവ് പറയുന്ന നിബന്ധനകളാണ് 5-ാം അധ്യായം മുതൽ 20-ാം അധ്യായം വരെ. അഞ്ച് മുതൽ 20 വരെ. ഉടമ്പടിയുടെ അംഗീകാരമാണ് 27-ാം അധ്യായം മുതൽ 30-ാം അധ്യായം വരെ. എന്തൊക്കെ ഈ ഉടമ്പടിക്കകത്ത് പറയുന്നു അത് മൊത്തം ഞങ്ങൾ അംഗീകരിക്കുന്നു. അതാണ് 27 മുതൽ 30 വരെയുള്ള അധ്യായങ്ങൾ. നമ്മളത് അതിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 31 മുതൽ 34 വരെ ഈ ഉടമ്പടിയുടെ തുടർച്ചയാണ്. ഇത് 5 കാര്യം നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ കിട്ടിയോ? കിട്ടിയോ? 5 മുതൽ 20 വരെ ഒന്നും കൂടെ പറഞ്ഞു. ഏതാ 5 മുതൽ 20 വരെ നിബന്ധനകൾ. കിട്ടിയോ? 5 കിട്ടിയോ? നമ്മളിങ്ങനെ 5 എഴുതി വെക്കുക എന്നല്ലാതെ ഇത് തിരിച്ച് നിങ്ങളാരും വായിച്ചു നോക്കൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ആശ്വാസത്തിന് എഴുതി വെച്ചേരേ. നമുക്ക് പറയാലോ ഞങ്ങളിങ്ങനെ വാസൽ കവന്റ് പഠിച്ചു എന്ന് പറയാലോ. ഓക്കെ, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമുക്ക്. അപ്പൊ ഈ കവനന്റ് ഇതിന്റെ നിബന്ധനകൾ 5 തൊട്ട് 20 വരെ പറഞ്ഞു. 5-ാം അധ്യായം മുതൽ 26-ാം അധ്യായം വരെ. 26-ാം അധ്യായം വരെ. ഇനി ഇവരിത് അംഗീകരിക്കുന്ന എപ്പോഴാണെന്ന് അറിയാമോ? 22-ാം അധ്യായത്തിന് 1-ാം വാക്യം. മോശ ഇസ്രായേൽ മൂപ്പന്മാരോടുകൂടെ ജനത്തോട് കൽപ്പിച്ചതെന്നാൽ, ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിപ്പിൻ. നിങ്ങൾ യോർദാൻ കടന്ന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തുന്ന ദിവസം നീ വലിയ കല്ലുകൾ നാട്ടി അവയുടെ മേൽ കുമ്മായം വേക്കണം. എന്നിട്ട് ഇവർ 2 പർവ്വതത്തിന്റെ മുകളിൽ കയറണം. ഏബാൽ പർവ്വതത്തിന്റെയും ഗരിസിം പർവ്വതത്തിന്റെയും മുകളിൽ കയറണം. ഈ 2 പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഈ നിയമത്തിലെ ശാപങ്ങൾ പറയും. ശാപങ്ങളും അനുഗ്രഹങ്ങളും പറയും. ശാപങ്ങളും അനുഗ്രഹങ്ങളും ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ജനം മുഴുവൻ അതിന് ആമേൻ എന്ന് ഉത്തരം പറയണം. ആമേൻ എന്ന് ഉത്തരം പറയണം. അതിന്റെ 15-ാം വാക്യം വായിച്ചു. 15-ാം വാക്യം 27-15. ആവർത്തനം 27-15. ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് ഉത്തരം. അപ്പൊ ഈ 2 പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് ശാപവാക്കുകൾ അനുഗ്രഹവാക്കുകൾ പറയുമ്പോൾ ഇവരെല്ലാവരും ആമേൻ എന്ന് പറയണം. തെറ്റിച്ചാൽ ആമേൻ, തെറ്റിച്ചാൽ ആമേൻ, തെറ്റിച്ചാൽ ആമേൻ, തെറ്റിച്ചാൽ ആമേൻ. സത്യത്തിൽ ഇവർ ഒരു അടിമകളുടെ പോലെ ശാപം ന്യായപ്രമാണത്തിൻ്റെത് ആമേൻ എന്ന് പറഞ്ഞ് ഇവരുടെ തലയിലേക്ക് വെക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഗ്രാൻഡ് കവനന്റ് കൊടുത്തപ്പോഴോ കിങ്ഷിപ്പ് കവനന്റ് കൊടുത്തപ്പോഴോ ഇല്ലാത്ത കാര്യമാണ്. ഇനി പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടേക്കാണല്ലോ വരേണ്ടത്. പുതിയ കവനന്റിലേക്ക് വരുമ്പോൾ ഉടമ്പടി പങ്കാളിയായ നമ്മുടെ കർത്താവ് ഒരിക്കൽ പോലും നിങ്ങളെ ശാപിക്കുന്നില്ല. ശാപവാക്കുകൾ നിങ്ങളുടെ മേൽ ഇല്ല. ഇത് എനിക്കറിയില്ല നിങ്ങളുടെ തലയിൽ കയറുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കയറിയേ പറ്റൂ. ന്യൂ കവനന്റിനകത്ത് നിങ്ങളുടെ മേൽ ശാപം ഇല്ല. നിങ്ങൾ നിയമം തെറ്റിച്ചു ജീവിച്ചതിനാലോ ആ നിയമം തെറ്റിക്കുന്നതിനാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളും നിങ്ങൾ വിളിച്ചു വരുത്തിയതും നിങ്ങളുടെ മേലുണ്ടാകാം. ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിനകത്ത് കയറുന്നുണ്ടോ? നിങ്ങൾ അനാവശ്യമായി വിളിച്ചു വരുത്തിയതും ഒക്കെ നിങ്ങളുടെ മേലുണ്ട്. പക്ഷെ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ കേൾക്കണം കേട്ടോ, വാക്ക് ശ്രദ്ധിക്കണം. ന്യൂ കവനന്റിന്റെ വെളിപ്പാടിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ മേലും ഒരു കുടുംബത്തിന്റെ മേലും
ഉടമ്പടി പങ്കാളിയായ യഹോവയിൽ നിന്ന് ശാപം ഇല്ലേ ഇല്ല. ഒരാമേൻ അതിന് കരം ഉയർത്തി പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. ഒരാമേൻ അതിന് കരം ഉയർത്തി പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. ഇനി അപ്പൊ ആവർത്തനം 28 ഈ അധംപതിച്ച ശാപങ്ങൾ ഉടമ്പടി തെറ്റിക്കുന്നതിനാൽ വരുന്ന, അല്ലെങ്കിൽ കവനന്റ് തെറ്റിക്കുന്നതിനാൽ വരുന്ന ശാപം നിങ്ങളുടെ മേലുണ്ടോ? ഇതില്ലെന്ന് ഞാനൊന്ന് തെളിയിക്കാനായത് പറഞ്ഞു വരുന്നേ. ഇത് ഗ്യാരണ്ടി ആയിട്ടൊന്ന് സമ്മതിക്കാമോ? ഇതിന്റെ സാധ്യതകൾ നിങ്ങളുടെ മേലുണ്ടോ ഉണ്ടോ ഇല്ലമല്ല ഞാൻ ചോദിച്ചത്. ഇതിന് തത്തുല്യമായ ജീവിത ശൈലിയിലാണോ നിങ്ങൾ, ആണോ അല്ലയോ എന്നല്ല ഞാൻ ചോദിച്ചത്. പഴയ ഉടമ്പടിക്ക് ആവർത്തനം 28 പറഞ്ഞിരിക്കുന്ന യഹോവയുടെ ന്യായപ്രമാണം തെറ്റിക്കുമ്പോഴുള്ള ശാപം നിങ്ങൾക്കുണ്ടോ? ഇല്ല. കാരണം അവരെല്ലാവരും ഇത് ഈ ശാപം ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിച്ചതാ. നിങ്ങൾ അങ്ങനെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ? ഓ മിണ്ടില്ല. ആവർത്തനം 27 നിങ്ങൾ ഇതിനെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ? ഇല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോഴോ സ്നാനപ്പെട്ടപ്പോഴോ നിങ്ങളുടെ ആത്മീക വളർച്ചയും നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങളുടെ നിത്യതയുമല്ലേ നിങ്ങളോട് ദൈവം പറഞ്ഞത്? നിങ്ങളെ ശാപം പറഞ്ഞ് ആമേൻ പറയിപ്പിച്ചോ? അപ്പൊ നമുക്ക് ലഭിച്ച ഉടമ്പടിയെ വെച്ച് നോക്കുമ്പോൾ ആവർത്തനം 28 അല്ലെങ്കിൽ വാസൽ കവനന്റ് എത്ര അധംപതിച്ചതാണ്. തിരിച്ചു പറഞ്ഞാൽ ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞ വാസൽ കവനന്റിനേക്കാൾ എത്ര ഉയർന്നതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന പുതിയ ഉടമ്പടി. സ്തോത്രം. ഇനി നിങ്ങൾ ഗലാത്യ ലേഖനം 3:14 വന്നേ. ഗലാത്യ ലേഖനം 3:13 വന്നേ. വേഗം എടുക്കൂ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശാപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മൾ വിലക്കി വാങ്ങി. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ശാപം, അതിന്റെ കഠിനതയിൽ നാം കാണുന്നത് ആവർത്തനം 27 28 അല്ലേ? ആണോ? എന്റെ കർത്താവേ, ഇവരൊരാളും മിണ്ടുകയല്ലോ. ഞാനിത് പതുക്കെ പറഞ്ഞ് പോകാൻ കാരണം എന്നോട് ചിലർ പറഞ്ഞു പാസ്റ്റർ ഈ ക്ലാസ് 2, 3, 4 വട്ടം കേട്ടിട്ട് മനസ്സിലാകുന്നതെന്ന്. എന്നെ ലൈബോയിട്ട് കുളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ അതോ സത്യമാണെന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചു പോകാമെന്ന് വിചാരിച്ചതാ. അപ്പം ആവർത്തനം ഈ ന്യായപ്രമാണത്തിൻ്റെ ശാപം ശരിക്കും സത്യത്തിൽ അവന്റെ പൂർണ്ണതയിൽ തുറന്നു നിൽക്കുന്നത് ആവർത്തനം 27 28 അല്ലേ? അപ്പോഴല്ലേ ഇത് ശാപമായി വന്നത്. ന്യായപ്രമാണം തെറ്റിക്കുന്നവന് ശിക്ഷയുണ്ട്. ശിക്ഷ വേറെ, ശാപം വേറെ. ന്യായപ്രമാണം തെറ്റിക്കുന്നവന്റെ മേലുള്ള ശിക്ഷ അവൻ അനുഭവിക്കും. ശാപം അവന്റെ തലമുറകളിലേക്കും അവന്റെ കുടുംബങ്ങളിലേക്കും കൈമാറുന്നതാണ്. ശിക്ഷ വേറെ, ശാപം വേറെ. ഹലോ. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയെന്ന് പറഞ്ഞാൽ ലീഗലി ഇവരനുഭവിക്കേണ്ട ഈ ശാപത്തിൽ നിന്ന് മുഴുവൻ യേശുവിന്റെ ക്രൂശിലെ മരണത്താൽ വില കൊടുത്തു വാങ്ങിയോ? കർത്താവേ, അങ്ങനെ വാങ്ങിയെങ്കിൽ ന്യായപ്രമാണം ശാപമായി വന്നവർക്ക് അവരുടെ ശാപത്തിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയെങ്കിൽ എന്റെ ചോദ്യം, ശാപമില്ലാത്ത നാം അനുഭവിക്കുന്ന ശാപതത്തുല്യമായ അവസ്ഥകളെ പൊട്ടിച്ച് പുത്രന്മാരായ നമ്മെ അനുഗ്രഹത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനല്ലേ? സ്തോത്രം. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള ശാപ ക്ലാസ്സുകൾക്കും അനുഗ്രഹ ക്ലാസ്സുകൾക്കും ശാപം മുറിക്കുന്ന ക്ലാസ്സുകൾക്കും തത്തുല്യമായിട്ടല്ല ഞാനിത് പറയുന്നത്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കണം. നോക്കിയേ, ശാപത്തിൽ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ ഒരു രാജ്യത്തെ മൊത്തം വില കൊടുത്തു വാങ്ങിയവനാണ് എൻ്റെ ക്രിസ്തുവെങ്കിൽ, അവന്റെ മരണമെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ധൈര്യത്തോടെ പറയാം, ഞങ്ങളുടെ മേൽ ന്യായപ്രമാണത്തിന്റെ ശാപം ഇല്ല. ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ പുതിയ ഉടമ്പടിയുടെ അവകാശികളാണ്. ഒരാമേൻ അവന് ധൈര്യത്തോടെ പറയാം.
അറിയാമെങ്കിൽ പറഞ്ഞോ, ഞങ്ങൾ അതമ്പതിച്ച വാസൽ കവനന്റിന്റെ അടിമകളല്ല, ഞങ്ങൾ പുതിയ ഉടമ്പടിയുടെ അവകാശികളാണ്. സ്തോത്രം. അപ്പൊ ഞാനിവിടെ പറഞ്ഞ ഒരു പദം ശ്രദ്ധേയമാണ്. ന്യായപ്രമാണം, ദൈവത്തിന്റെ പ്രമാണം തെറ്റിക്കുമ്പോൾ വരുന്ന ശിക്ഷയുണ്ട്, ന്യായപ്രമാണം ലംഘിക്കുമ്പോൾ വരുന്ന ശാപമുണ്ട്. കൃപയാൽ ദൈവം ഇതിന്ന് രണ്ടിൽ നിന്നും പുതിയ ഉടമ്പടിയിലേക്ക് വന്ന് നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. അവിടെ നിൽക്കട്ടെ. ഇനി ആവർത്തന പുസ്തകം 29 അധ്യായത്തിലേക്ക് വരുമ്പോൾ 27, 28, 29 27 മുതൽ 30 വരെയുള്ള അധ്യായങ്ങളിൽ ഉടമ്പടിയുടെ അംഗീകാരമാണ്. അപ്പൊ അവരെ ദൈവം പറയുകയാണ്, നിങ്ങൾ ഈ ഉടമ്പടി തെറ്റിച്ചാൽ നിന്റെ തലമുറകൾ ശാപത്തിലേക്ക് പോകും, പ്രവാസത്തിലേക്ക് പോകും. അവിടെ അങ്ങനെ ഒരു വാക്യം ഉണ്ടോ നോക്കി, 29 അധ്യായത്തിന്റെ 24 വാക്യത്തിൽ അങ്ങനെ ഉണ്ടോ നോക്കി. ആവർത്തനം 29 അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ അവരെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ അവരോട് ചെയ്തിരുന്ന നിയമം അവർ ഉപേക്ഷിച്ചു. തങ്ങൾ അറിയുകയോ തങ്ങൾക്ക് നിയമിച്ച് കിട്ടുകയോ ചെയ്തിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ അവർ ചെന്ന് സേവിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും ഈ ദേശത്തിന്മേൽ വരുത്തുവാൻ തക്കവണ്ണം യഹോവയുടെ കോപം അതിന്റെ നേരെ ജ്വലിച്ചു. യഹോവ കോപത്തോടും ക്രോധത്തോടും വലിയ വെറുപ്പോടും കൂടെ അവരെ അവരുടെ ദേശത്ത് നിന്ന് പറിച്ചു കളയുകയും. അപ്പൊ ആവർത്തനം 29 തമ്പുരാൻ പറയുകയാണ്, ഈ ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ പറയുകയാണ്, ഈ ഉടമ്പടി പ്രകാരം നിങ്ങൾ അവകാശമാക്കാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ ദൈവത്തിന്റെ ഹിതം വിട്ട് നിങ്ങൾ അന്യദൈവങ്ങളെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ തലമുറകളെ ഞാൻ പ്രവാസത്തിലേക്ക് പറഞ്ഞുവിടും, മറ്റൊരു ദേശത്തേക്ക് തള്ളിവിടും. ഇത് ന്യായപ്രമാണത്തിൽ വന്ന ശാപമാണ്, വാസൽ കവനന്റിന്റെ ശാപമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഉടമ്പടി ഉപേക്ഷിച്ചാൽ ഈ ജനത്തെ ഞാൻ പ്രവാസത്തിലേക്ക് വിടും. ഇനി അപ്പൊ നമ്മുടെ ആൾക്കാർ ദൈവം ഒരു ദുഷ്ടനാണെന്നൊക്കെ പറയാം ഇവിടെ നിന്നുകൊണ്ട്. പക്ഷേ 30 അധ്യായത്തിൽ തമ്പുരാൻ പറയുകയാണ്, അവർ ആ ദേശത്ത് വെച്ച് എന്നെ അവർ അന്വേഷിച്ചാൽ, എന്നെ അവർ സ്നേഹിച്ചാൽ, എന്നിലേക്ക് അവർ തിരിഞ്ഞാൽ ഞാൻ അവരെ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തും. അപ്പൊ ദൈവം ദുഷ്ടനാണ്. ദൈവം എന്ത് ഈ ആവർത്തന പുസ്തകം വായിച്ചിട്ട് നിരീശ്വരവാദികളായിപ്പോയ ആൾക്കാരുണ്ട് കേട്ടോ. ആവർത്തന പുസ്തകം വായിച്ചിട്ട് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്നതിനാൽ ദൈവം എന്താ ഇത്ര ദുഷ്ടതയോടെ ഇടപെട്ടതെന്ന് ചിന്തിച്ച് നിരീശ്വരവാദികളായി പോയ ആൾക്കാരുണ്ട്. അവർക്ക് കവനന്റിന്റെ വെളിപ്പാട് വരാതിരുന്നത് കൊണ്ട് അവർ അകപ്പെട്ടു പോയതാണ്. എന്നാൽ ഇന്ന് രാവിലെ നിങ്ങൾ തിരിച്ചറിയുക, ഈ ഉടമ്പടി ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വന്നതല്ല, ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടത്തിൽ വന്നതല്ല. ഞാൻ നമ്മളോട് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഒന്ന്, ലീഗലി അതിന് നിങ്ങളുടെ മേൽ വാഴാൻ അധികാരമില്ല. സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണം, ആവർത്തനം 28 എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന്. അതിലൊന്നിനു പോലും നിങ്ങളുടെ മേൽ വാഴാൻ അധികാരമില്ല. അത്ര മഹത്വകരമാണ് പുതിയ ഉടമ്പടി. ഇനി അത് ദൈവം പറയുമ്പോൾ തന്നെ പറയുകയാണ്, നിങ്ങൾ ഈ ഉടമ്പടിയെ വിട്ടുപോയതിനാൽ, നിങ്ങൾ പ്രവാസത്തിലേക്ക് പോയതിനാൽ, ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ പ്രവാസത്തിലേക്ക് പോയാൽ ഞാൻ നിങ്ങളെ അതിൽ നിന്ന് മടക്കി വരുത്തുന്നവനാണ്. ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നവനാണ്? ഞാൻ നിങ്ങളെ മടക്കി വരുത്തുന്നവനാണ്. ഇവിടെയും ദൈവത്തിൻ്റെ ആഴമായ സ്വഭാവം പ്രദർശിപ്പിക്കുകയാണ്. ഓക്കെ, ഞാൻ അവിടെ നിൽക്കുന്നില്ല, തിരിച്ചു വരിക. നിങ്ങളിങ്ങനെ തലകുമ്പിട്ടിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ബോറടി വരുന്നെന്ന്. ഞാൻ പറയാൻ കാരണം എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും നിങ്ങളെ തൊടില്ല എന്നുള്ള വെളിപ്പാടിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ സഭായോഗത്തിന് വന്ന് ഒടുവിൽ പ്രാർത്ഥിക്കാൻ വന്ന കൂട്ടത്തിലൊരു സിസ്റ്റർ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. നന്നായി വചനമൊക്കെ അറിയുന്ന ഒരാൾ, നന്നായി ശുശ്രൂഷിക്കുന്ന ഒരാൾ. ആളുടെ വീട്ടിൽ നിന്നിരുന്ന വീട്ടിൽ ആരോ ഒരാൾ മരിക്കുമോ എന്തോ ചെയ്തു.
പക്ഷെ എനിക്കെല്ലാം അറിയാം. പക്ഷെ എന്നാൽ എനിക്ക് രാത്രി എനിക്കൊരു പേടി വരിക, എൻ്റെ അടുത്ത് എന്തെങ്കിലും വരുമോ എന്നൊരു പേടി വരിക. ഞാൻ പറഞ്ഞു ഈ പേടിയാണ് പ്രശ്നം. വചനം അറിയാം. ഒരാൾ മരിച്ച ആൾ മരിച്ചു. ആ മരിച്ചയാളുടെ ആത്മാവ് ഒന്നെങ്കിൽ സ്വർഗത്തിൽ പോയി അല്ലെങ്കിൽ നരകത്തിൽ പോയി. ഇതെല്ലാം ഇവർക്കറിയാം. പക്ഷെ അറിഞ്ഞാൽ ഇവരകത്തൊരു പേടി. അപ്പൊ അറിവ് എവിടെയാ? അറിവ് വെറും ബുദ്ധിയിലാണ്. ഇവരുടെ അകത്ത് ഇത് ബോധ്യമായിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്. ശാപലക്ഷണങ്ങൾ ഒന്നുപോലും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പാടില്ല. ഒന്നാമത് നിങ്ങൾക്കുള്ളതല്ല. രണ്ടാമത് നിങ്ങൾ ഉയർന്ന ഉടമ്പടിയുടെ ഭാഗമാണ്. ഹലോ, ഒന്നാമത് നിങ്ങളുമായി നിങ്ങളെ എന്താ പറയുക ബാധിക്കുന്ന വിഷയമല്ല ഇത്. ഇത് വാസൽ കവനന്റ് അവരവരെ തലമേൽ വെച്ചതാ. ആവർത്തന പുസ്തകം 22 അധ്യായത്തിൽ ഏബാൽ പർവ്വതത്തിന്റെയും ഗരിസീർ പർവ്വതത്തിന്റെ മുകളിൽ ചെന്ന് നിന്ന് ന്യായപ്രമാണത്തിലെ ശാപങ്ങൾ വായിച്ച് പ്രത്യേകമായി എഴുതി കൊടുത്ത പ്രമാണം, പെട്ടകത്തിന്റെ അരികിൽ വെച്ച പ്രമാണം എഴുതി വായിച്ച് അത് കേട്ടപ്പോൾ ആമയം പറഞ്ഞ എങ്ങനെ നിന്റെ വീട്ടിൽ വരണേ? ഹലോ, ഇന്ത്യ പാകിസ്ഥാനിൽ പോയി ബോംബിട്ടു, അതെങ്ങനെയാ ദുബായിലിരിക്കുന്ന നിന്റെ വീട്ടിൽ വരുന്നേ? ഹലോ, എനിക്ക് വേറെ ഉദാഹരണമൊന്നും പറയാൻ അറിയില്ല. അല്ല, ആൾക്കാർ പേടിച്ചിരിക്കുക. അയ്യോ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമാണ്, അതുകൊണ്ട് അബദ്ധവശാൽ ആ ബോംബ് ഞങ്ങളുടെ എവിടെ, ഇനി ഏത് രാജ്യം അടുത്തത് ഏതാ പറയുക? അടുത്തത് UK ഞങ്ങളുടെ മേൽ വന്നാലോ? നിങ്ങളുടെ 7 അയൽപക്കത്തേക്ക് ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന, പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന മിസൈൽ എത്തുകയില്ല. അതിന് ആവതില്ല അവിടേക്ക് വരാൻ. ആവതില്ലാത്ത മിസൈൽ വരുമെന്ന് പേടിച്ചിരിക്കുക. 400 കിലോമീറ്ററോ 300 കിലോമീറ്ററോ 150 കിലോമീറ്ററൊക്കെയാണ് ഈ പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന മിസൈലിന് സഞ്ചരിക്കാനുള്ള പ്രാപ്തി. നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുക, അയ്യോ പാകിസ്ഥാൻ പാകിസ്ഥാൻ പാകിസ്ഥാൻ. പിന്നെ അന്യഭാഷ വരുമ്പോൾ പാകിസ്ഥാൻ വരെ വരിക. കാരണം ഇത് കുറേ കാര്യം തലയ്ക്കകത്തേക്ക് അബദ്ധം കയറ്റി വെച്ചേക്കുക. ആരാണ് വീഡിയോ ഓഫ് ചെയ്ത് പോകുന്നത്? പേടിച്ചൊന്നും പോകണ്ട, വരികയല്ലെന്ന് ഞാനീ പറഞ്ഞേ വീഡിയോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു വന്നതേ മഹത്വകരമായൊരു ഉടമ്പടി സ്ഥാപിക്കാൻ. അതാ നമ്മുടെ വിഷയം. എവിടെയാ? മഹത്വകരമായ ന്യൂ കവനന്റ് സ്ഥാപിക്കാനാണ് യേശു ക്രിസ്തു വന്നത്. ഈ പഴയ ഉടമ്പടിക്കുള്ള പ്രത്യേകത, നിങ്ങൾ ആവർത്തന പുസ്തകമൊക്കെ വായിച്ചാൽ, ഈ വാസൽ കവനന്റ് ഒക്കെ വായിച്ചാൽ നിങ്ങൾക്കറിയാം, അവിടെ മുഴുവൻ ഫോക്കസ് ചെയ്യുന്നത് മൊത്തം മെറ്റീരിയൽ റിലത്തിലേക്കാണ്. അനുഗ്രഹിച്ചാൽ അനുസരിച്ചാൽ അനുഗ്രഹം, തെറ്റിച്ചാൽ ശാപം. ഭൂരിഭാഗവും ആ ഉടമ്പടിയിലെ ബ്ലെസ്സിങ്ങുകൾ, അല്ലെങ്കിൽ അതിനകത്തുള്ള ബ്ലെസ്സിങ് ആയാലും ശാപമായാലും ഭൂരിഭാഗവും അത് ഫേസ് ചെയ്യുന്ന, അഭിമുഖീകരിക്കുന്നത്, അനുഭവിക്കുന്നത് ഈ ഭൂമി വെച്ച. പക്ഷെ ന്യൂ കവനന്റിന്റെ പ്രത്യേകത ഇത് ഭൂമി വെച്ച് മാത്രമല്ല, ഭൂമിയിൽ വെച്ച് അനുഭവിക്കുന്നതിന്റെ 1000 മടങ്ങാണ് ഇത് നിത്യം അനുഭവിക്കാൻ വേണ്ടി പോണേ. ഭൂമിയിലും നിത്യതയിലും മഹത്വകരമായി അനുഭവിക്കാൻ നമുക്ക് വേണ്ടി ദൈവം തുറന്നിരിക്കുന്ന ഉടമ്പടിയാണ് ന്യൂ കവനന്റ്. ഇതിന്റെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ മേൽ, നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ സമ്പത്തിന്റെ മേൽ, നിങ്ങളുടെ ആത്മമണ്ഡലത്തിലെ അനുഭവങ്ങളുടെ മേൽ, നിങ്ങളുടെ ആത്മീക വളർച്ചയുടെ മേൽ, നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ മേൽ വീണ് കിടക്കുന്ന സകലവിനെയും തമ്പുരാൻ പൊട്ടിച്ചു മാറ്റി നിങ്ങളെ ഇതിന്റെ ഹയർ റിലത്തിലേക്ക് അവൻ കയറ്റാൻ തുടങ്ങും. ഒരാമേനൊന്ന് കാരം ഉയർത്തി പറയാമെങ്കിൽ ശക്തിയോടെ കർത്താവിന് ശക്തിയോടെ പറഞ്ഞേരെ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു വന്നത്, പഴയ ഉടമ്പടിയിൽ അതിലെ അനുഗ്രഹങ്ങളും ശാപങ്ങളും ഈ ഭൂമിയിലുള്ള സാഹചര്യങ്ങളെ മാത്രം ബേസ് ചെയ്തായിരുന്നെങ്കിൽ, ന്യൂ കവനന്റ് ഭൂമിയിൽ തുടങ്ങി നിത്യതയിൽ തുടരുന്ന മനോഹരമായ ദൈവിക ഉടമ്പടിയായി ദൈവാത്മാവ് അതിനെ നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കി ദൈവത്തിന് മഹിമ കൊടുത്തേ മതിയാകുകയുള്ളൂ. ഇനി ന്യൂ കവനന്റിലേക്ക് വരികയാണ്. ന്യൂ കവനന്റിൽ കൂടെ ദൈവം നമുക്ക് രക്ഷ തുറന്നു തന്നു, പുത്രത്വം തുറന്നു തന്നു, ശരീരമെന്ന മർമ്മം തുറന്നു തന്നു, ഇൻഹെറിറ്റൻസുകൾ തുറന്നു തന്നു, കിങ്ഷിപ്പ് തുറന്നു തന്നു, പൗരോഹിത്വം തുറന്നു തന്നു. ഭൂമിയിൽ ശരീരം കൊണ്ട് ജീവിക്കുമ്പോൾ ആത്മാവിൽ സ്വർഗത്തിൽ ജീവിക്കാമെന്ന മഹനീയത തുറന്നു വന്നു.
ഒന്നും കൂടെ ഹയർ സ്റ്റേജിൽ പറഞ്ഞാൽ ത്രിയേകനായ ദൈവത്തിനകത്ത് ദൈവത്തിങ്കിലേക്ക് ഏകാത്മാവിനാൽ ക്രിസ്തു മുഖാന്തരം പ്രവേശിച്ച് നിങ്ങൾക്ക് ദൈവിക സൽഗുണങ്ങളാൽ സമ്പൂർണരായി അവനെ പോലെ ഇവിടെ ജീവിക്കാമെന്ന റിലം നിങ്ങളുടെ മേൽ തുറന്നു തോന്നും. ഓ, കട്ടിക്കൂടിപ്പോയി ഞാനീ പറഞ്ഞു വന്നത്. അങ്ങനെ മഹത്വകരമായതാണ് ന്യൂ കവനന്റ് നിങ്ങൾക്ക് തുറന്നു തന്നത്. ഇനി ഞാൻ ഓൾഡ് കവനന്റിൽ നിന്ന്, ഇപ്പോൾ ഓൾഡ് കവനന്റിലല്ലേ ന്യായപ്രമാണം കിട്ടിയത്? ഉറക്കം വന്നോ? ഓൾഡ് കവനന്റിലല്ലേ ന്യായപ്രമാണം കിട്ടിയത്? ആണോ? ആണ്. അപ്പൊ ആ ന്യായപ്രമാണം കിട്ടിയപ്പോഴല്ലേ പാപത്തിന്റെ പരിജ്ഞാനം വന്നത്? ഇപ്പൊ ന്യായപ്രമാണം ഇല്ലാത്ത കാലത്ത് പാപത്തിന്റെ പരിജ്ഞാനം ഉണ്ടായിരുന്നോ? ഒന്നും മിണ്ടുന്നേ. പാപത്തിന്റെ പരിജ്ഞാനം വരാൻ കാരണം എന്താ? ന്യായപ്രമാണമല്ലേ. റോമാലേഖനം 3:20, 1 Corinthians ലേഖനം 15:56 ന്യായപ്രമാണ പ്രകാരം പാപത്തിന്റെ പരിജ്ഞാനമുണ്ടായി. പാപത്തിന്റെ ശക്തി ന്യായപ്രമാണമായിരുന്നു. ഈ ന്യായപ്രമാണ പ്രകാരം കുറ്റമില്ലാതെ ജീവിച്ച മനുഷ്യനാണ് പൗലോസ്. ഒന്ന് നിങ്ങൾ എടുത്തു നോക്കിയേ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വന്നേ. 6-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വന്നേ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 3:6 വന്നേ. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. അതിന്റെ അർത്ഥം എന്താ? അനന്യൻ. അതിന്റെ അർത്ഥം എന്താ? നീ കുറ്റമില്ലാത്തവൻ. എന്തൊക്കെയോ പറഞ്ഞു നീ. അനന്യനോ അത് എന്താ വായിച്ചേ? ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അവൻ ആരാണ്? അനന്യൻ. കുഴപ്പമില്ല. അനന്യൻ. അതിന്റെ അർത്ഥം എന്താ? അപ്പൊ ന്യായപ്രമാണത്തിലെ എല്ലാ കൽപ്പനയും അനുസരിച്ചവനാണോ പൗലോസ്? ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. ന്യായപ്രമാണത്തിലെ എല്ലാ കൽപ്പനയും അനുസരിച്ചവനാണോ പൗലോസ്? അതെ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം എടുത്തേ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഇല്ലേ നിങ്ങളുടെ ബൈബിൾ 1-ാം അധ്യായം? ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പന ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. അപ്പൊ ന്യായപ്രമാണത്തിലെ സകല കൽപ്പനകളും അനുസരിച്ച് നടന്നവരാണോ സക്രിയാവും എലിസബത്തും? അതെ. നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ മിണ്ടാൻ വേണ്ടിട്ട് ചോദിക്കുന്നത്. അതെ. അപ്പൊ സകല കൽപ്പനകളും അനുസരിച്ച് നടന്നവരാണോ സക്രിയാവും എലിസബത്തും? അപ്പൊ ന്യായപ്രമാണത്തിന്റെ സകല കൽപ്പനകളും അനന്യമായി അനുസരിച്ചവരുണ്ടോ? ഇനി യേശുവിന്റെ അടുക്കൽ ഒരു ശിഷ്യൻ വന്നില്ലേ? യേശുവിന്റെ അടുക്കൽ ചെറുപ്പക്കാരൻ വന്നില്ലേ? യേശുവിന്റെ അടുക്കൽ ശിഷ്യൻ വന്നിട്ട് ഒരു യൗവനക്കാരൻ വന്ന് ചോദിച്ചു, കർത്താവ് എനിക്ക് എന്ത് വേണം? എനിക്ക് നിത്യജീവൻ വേണം. അപ്പൊ കർത്താവ് എന്ത് പറഞ്ഞു? കർത്താവ് കൽപ്പനകൾ വന്നിട്ട് പറഞ്ഞു, ഈ കൽപ്പനകളൊക്കെ നീ എന്ത് ചെയ്യണം? അനുസരിക്കാൻ പറഞ്ഞോ? അപ്പൊ യൗവനക്കാരൻ എന്ത് പറഞ്ഞു? ഈ കൽപ്പനകളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രമാണിച്ചു പോരുന്നു. അപ്പൊ കൽപ്പനകൾ പ്രമാണിക്കുന്ന യൗവനക്കാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? നിങ്ങൾ മിണ്ടുന്നില്ല. ഇപ്പൊ ന്യായപ്രമാണം പറയുന്ന കൽപ്പനകൾ അനുസരിക്കുന്ന യൗവനക്കാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? ഒന്ന് സമ്മതിക്കാത്തോണ്ട് ഞാനീ പറഞ്ഞു. കൽപ്പനകൾ അനുസരിക്കുന്നവർ ആ കാലത്തുണ്ടായിരുന്നു. സക്രിയാവും എലിസബത്തും ആ കാലഘട്ടത്തിൽ ന്യായപ്രമാണം അനുസരിക്കുന്നവരിൽ അനന്യരായിരുന്നോ? ആയിരുന്നോ? ഇനി നമ്മൾ ആദ്യം വായിച്ചത് ആരെയാണ്? ആദ്യം വായിച്ചത് പൗലോസിനെയാണ്. പൗലോസ് ന്യായപ്രമാണം അനുസരിക്കുന്നവൻ അനന്യനായിരുന്നോ? അപ്പൊ നോക്കിയ ന്യായപ്രമാണം പഴയ നിയമത്തിൽ സകല കൽപ്പനകളും അനുസരിച്ച് ജീവിച്ചവരുണ്ട്. കിട്ടുന്നോ? നിങ്ങൾക്ക് കിട്ടുന്നോ? പക്ഷെ ന്യായപ്രമാണത്തിന്റെ ഒരു കുഴപ്പം, ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും തെറ്റിയതായിട്ടാണ് കണക്കാക്കുക. തെറ്റാൻ സാധ്യത 10ാമത്തെ കൽപ്പനയാണ്, മോഹം. ബാക്കി 9 അനുസരിക്കാം.
ഒരെണ്ണം മാത്രം അനുസരിക്കാൻ പറ്റുകയില്ല. കൂട്ടുകാരനെയും കൂട്ടുകാരുള്ളവനെ എന്ത് ചെയ്യരുത്? അപ്പൊ കൽപ്പനകൾ തെറ്റിച്ചിട്ടില്ല, എല്ലാം അനുസരിച്ചെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ന്യായപ്രമാണത്തിലെ 10 കൽപ്പനയ്ക്കകത്തും 613 ഉപകൽപ്പനകളിലുമുള്ള സകല പ്രവർത്തികളും അവർ ചെയ്തു. മോഹത്തിൽ മാത്രം അവർ പെട്ടുപോകാൻ സാധ്യത ഉണ്ട്. ഒന്നിൽ തെറ്റിയാൽ സകലതും തെറ്റുമെന്നിരിക്കെ ഇത് സകലതും നിവർത്തിച്ച ഒരു ജനം ഉണ്ടായിരുന്നെന്നാ നമ്മളിപ്പോൾ കണ്ടേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പൊ ന്യായപ്രമാണ പ്രകാരം ആ യുഗത്തിനകത്ത് വീണ്ടും ജനിക്കാത്ത ഇവർക്ക്, ജീവൻ കിട്ടിയിട്ടില്ലാത്ത ഇവർക്ക്, പുത്രത്വത്തിന്റെ ആത്മാവ് കിട്ടിയിട്ടില്ലാത്ത ഇവർക്ക്, ദൈവനീതിയുടെ വെളിപ്പാട് കിട്ടിയിട്ടില്ലാത്ത ഇവർക്ക്, ഹലോ നിങ്ങൾ എന്നെ ഗുണമുണ്ടോ? കർത്താവിന്റെ രക്തത്താലുള്ള നീതീകരണം കിട്ടിയിട്ടില്ലാത്ത ഇവർക്ക്, അവന്റെ ജീവനെ കിട്ടിയിട്ടില്ലാത്ത ഇവർക്ക്, അവന്റെ പുത്രത്വം കിട്ടിയിട്ടില്ലാത്ത ഇവർക്ക്, അവന്റെ ശരീരമെന്ന മർമ്മം കിട്ടിയിട്ടില്ലാത്ത ഇവർക്ക്, പിതാവിനോട് സംസാരിക്കുന്ന മാർമിക ഭാഷയായ അന്യഭാഷ കിട്ടാത്ത ഇവർക്ക് അങ്ങനെ ന്യായപ്രമാണ പ്രകാരം ജീവിക്കാൻ പറ്റിയെങ്കിൽ പുതിയ ഉടമ്പടിയിൽ നമുക്കിത് എത്ര മടങ്ങ് നമുക്കിത് സാധ്യമാണ് എന്ന് കാണുവാൻ കണ്ണു തുറക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞേര്. ഇത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാണ്. അത് സാധ്യമാണെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹവുമാണ്. ഷസ്കനാദിനാഥന. അപ്പൊ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അന്യഭാഷയിൽ നാം സംസാരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി അഫലമാവുകയാണ്. എന്താവുകയാണ്? അന്യഭാഷയിൽ നാം സംസാരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി. ദൈവം നമുക്ക് നമ്മുടെ ആത്മമണവാളനായ ക്രിസ്തുവിനോട് സംസാരിക്കാൻ തന്നിരിക്കുന്ന ഈ അന്യഭാഷയിൽ നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, നമുക്ക് ദൈവം തന്ന ഒരു ഭാഷ നാം ഒരുമിച്ച് സംസാരിക്കുമ്പോൾ നാം ദൈവാത്മാവിനാൽ അവനിലേക്ക് നാം പണിയപ്പെടുകയാണ്. ഹെവൻ റിലങ്ങൾ നമ്മുടെ മേൽ തുറക്കപ്പെടുകയാണ്. ഹെവൻ ത്രോണിലേക്ക് നാം ദൈവാത്മാവിനാൽ സഞ്ചരിക്കുകയാണ്. ഈ ഇസ്രായേൽ മക്കൾ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് ഈ യഹോവയാം ദൈവം മനുഷ്യവർഗത്തിന്റെ ഭാഷയെ കലക്കിക്കളഞ്ഞു. എപ്പോഴാണെന്നറിയാമോ ഭാഷ കലക്കിക്കളഞ്ഞത്? ബാബേൽ ഗോപുരം പണിതപ്പോഴാണ്. ഒരൊറ്റ ഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇവരൊരുമിച്ച് പണിതുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു ഭാഷ സംസാരിച്ചാൽ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം ഇവർ പണിയുക. തമ്പുരാൻ ഒരു കാര്യം മനസ്സിലായി, ഇവരൊരു ഭാഷ സംസാരിച്ചാൽ ഇവർ പണിയുന്ന കാര്യം സാധ്യമായി വരും. അതുകൊണ്ട് തമ്പുരാൻ പണിയല്ല മുടക്കിയത്, തമ്പുരാൻ അവരുടെ ഭാഷയെ കലക്കി. അപ്പോൾ ഒരു ഭാഷ സംസാരിച്ചാൽ അർത്ഥം എന്താണ്? ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് ആ തലത്തിലേക്ക് ഇവർക്ക് ഇതിനെ പണിതുകൊണ്ടുവരാൻ കഴിയും. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? തമ്പുരാൻ പറയുകയാണ്, ഇവർ സംസാരിക്കുന്നത് ഒരു ഭാഷയാണെങ്കിൽ, ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഭാഷയൊന്നാണെങ്കിൽ ഇവർക്ക് ഉയരങ്ങൾ താണ്ടാൻ കഴിയും. അന്ന് തമ്പുരാൻ ഭാഷ കലക്കി. പുതിയ നിയമത്തിനകത്തേക്ക് വന്നപ്പോൾ പുതിയ നിയമസഭയുടെ ആരംഭത്തിൽ ദൈവം തന്റെ ജനമാകുന്ന തന്റെ മക്കളുടെ മേൽ തമ്പുരാൻ ആദ്യം കൈമാറിയത് അന്യഭാഷയാണ്. എന്താ അന്യഭാഷയുടെ പ്രത്യേകത? ഈ ഭാഷ ഇന്നലെ രാത്രി നമ്മൾ ക്ലാസ്സിലത് കേട്ടതാണ്. അന്യഭാഷ സംസാരിക്കും തോറും നമുക്ക് ആത്മീക അഭിവൃദ്ധി ഉണ്ടാകുകയാണ്. നാം ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുകയാണ്. നമ്മുടെ റിലങ്ങൾ ദൈവാത്മാവ് ഓരോ ദിവസവും ഹയർ റിലങ്ങളിലേക്ക് ദൈവാത്മാവ് കൊണ്ടുപോവുകയാണ്. സ്തോത്രം. അപ്പോൾ അവിടെ സ്പിരിച്വൽ മിസ്റ്ററികൾ സംസാരിച്ച് ഹയർ റിലങ്ങളിലേക്ക് നീ പോകും തോറും ഈ ഭൂമിയിൽ നിൽക്കുന്ന ശാപത്തിന്റെ കെടുതികളിൽ നിന്ന് ദൈവാത്മാവിനെ പൊട്ടിച്ചു മാറ്റുകയാണ്. ഞാൻ അവന് ഉദാഹരണം പറയാം. ഇപ്പം ന്യായപ്രമാണത്തിന്റെ ശാപമല്ലേ നമ്മൾ ആവർത്തനം 28 കണ്ടേ? ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആവർത്തനം 28 കണ്ടത് ന്യായപ്രമാണത്തിന്റെ ശാപമല്ലേ? പക്ഷെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നിങ്ങൾ ശാപം കണ്ടിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം പാമ്പിനെ ശപിച്ചോ? സ്ത്രീയോട് പറഞ്ഞില്ലേ നീ കഷ്ടതയോടെ, അല്ല, സ്ത്രീയോട് പറഞ്ഞത് നീ വേദനയോടെ മക്കളെ.
വേദനയോടെ മക്കളെ പ്രസവിക്കും. അപ്പൊ ശരിക്കും ശാപം മൊത്തം മാറിപ്പോയാൽ ഡെലിവറി പെയിൻ മാറിപ്പോവോ? ഒരാൾ മാത്രം കൈവക്കി. ഞാനേ നമ്മുടെ ചർച്ചിൽ ഇപ്പോഴാണ് നമുക്ക് എല്ലാ ദിവസവും സൂം മീറ്റിംഗ് ആയത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് മിക്ക ദിവസവും ക്ലാസ്സുകളായിരുന്നു. അപ്പം ഞായറാഴ്ച രാവിലെ ആരാധന, ഉച്ച കഴിഞ്ഞ് പൂങ്കുന്നത്ത് ബൈബിൾ ക്ലാസ്, വെളിപ്പാട് പുസ്തകത്തിൻ്റെ. തിങ്കളാഴ്ച രാത്രി നമ്മുടെ മണ്ണുത്തിയിൽ ബൈബിൾ ക്ലാസ്. ചൊവ്വാഴ്ച ലത സിസ്റ്റർ വീട്ടിൽ, ഉല്ലാസ്പതൻ്റെ വീട്ടിൽ പ്രാർത്ഥന, പകൽ പ്രാർത്ഥന. ബുധനും വ്യാഴവും പ്രവർത്തനം. ബുധനാഴ്ച രാത്രി അമലിയിൽ ക്ലാസ്. അപ്പോൾ ബുധനും വ്യാഴവും ഫുൾ പ്രവർത്തനം. ഒരു വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന. പിന്നെ ശനിയാഴ്ച എന്തോ വേറൊരു പ്രാർത്ഥന. ഇങ്ങനെ എല്ലാ ദിവസവും ക്ലാസ്സോ പ്രാർത്ഥനകളോ പ്രവർത്തനങ്ങളോ നടക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ ബിനുസാറും ഒരു നീമ സിസ്റ്ററും ഉണ്ട്. ഇവർ രണ്ടുപേരും അത്യാവശ്യം ഹയർ ജോലി, ഇവിടുത്തെ CI പോസ്റ്റിലങ്ങളാണ് നമ്മുടെ ബിനുസാർ പ്രവർത്തിക്കുന്നത്. ടീച്ചർ നിയമ സിസ്റ്റർ പ്രവർത്തിക്കുന്നത് +2 കെമിസ്ട്രി ടീച്ചറോ ഫിസിക്സ് ടീച്ചറോ എന്തായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം ഇവർ വർക്ക് ചെയ്യുന്ന കോട്ടപ്പുറത്ത് അവരുടെ ജോലി. അപ്പം ജോലി കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്നത് 6 മണി 6:30 എന്നിട്ട് ഇവർ മണ്ണുത്തിയിലെ ക്ലാസ്സിന് 7:30 ഓടിപ്പടച്ച് വരും. വീട്ടിൽ ഒരു പണിയും ചെയ്യില്ല. പോകുന്ന വഴിക്ക് അവർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും. എന്നിട്ട് അപ്പം ഞാനൊരു ദിവസം ചോദിച്ചു ഇവരോട്, ഈ സാധാരണഗതിയിൽ പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ വരുന്നത് ആവശ്യം കൂടുമ്പോഴാണ്. നിങ്ങൾക്ക് ഒരാവശ്യമില്ലാതെ നിങ്ങൾ ഇനി സമയവുമില്ല സൗകര്യവുമില്ല എന്നുമില്ലാതെ നിങ്ങൾ എന്തിനാ ഓടിപ്പടച്ച് വരുന്നത്? ഇവിടെ അതും പോരെ, ഇനി നിങ്ങളുടെ വീട്ടിൽ എന്തിനാ പ്രാർത്ഥന വയ്ക്കണേ? അപ്പോൾ അവർ എന്നോടൊരു പദം പറഞ്ഞു, പാസ്റ്ററേ, ഞങ്ങൾ രണ്ടുപേരും ജോലിയില്ലാതെ തിരുവനന്തപുരത്ത് നടന്ന എല്ലാ മീറ്റിങ്ങുകളിലും തേരാപ്പാര നടന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ തിരുവനന്തപുരത്ത് കണ്ടമാനം മീറ്റിങ്ങുകളാണ്. ഇവിടെ മീറ്റിംഗ്, അപ്പുറത്ത് മീറ്റിംഗ്, അങ്ങപ്പുറത്ത് മീറ്റിംഗ്, എല്ലാ മീറ്റിങ്ങിനും ഞങ്ങൾ പോയി കയറും. അന്ന് ഞങ്ങളവിടെ ഈ അനുഗ്രഹവും ശാപം എന്ന് പറഞ്ഞൊരു ക്ലാസ് കേട്ടു. അപ്പോൾ എന്നോട് നിയമ സിസ്റ്റർ പറയാന്നിട്ട്, അപ്പം അന്നൊന്നും കേട്ടിട്ടില്ലാത്ത വചന വെളിപ്പാടുകളാണ് പരിശുദ്ധാത്മ ഇപ്പം കേൾപ്പിക്കുന്നത്. അപ്പം അന്ന് ഞങ്ങൾക്ക് ഒന്നുമില്ലാതിരുന്നപ്പോൾ ഇത് കേട്ടപ്പോൾ ദൈവം ഞങ്ങളെ അനുഗ്രഹമാക്കി മാറ്റിയെങ്കിൽ, അനുഗ്രഹമാക്കിയത് വചനമാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വചനം ഇനിയും കേട്ടേ പറ്റുള്ളൂ. ഇവിടെ എന്നോട് പറയുകയാണ്, പാസ്റ്ററെ, പാസ്റ്റർക്ക് അറിയാത്തൊരു അനുഭവം ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ സിസ്റ്റർ പറയുകയാണ് എൻ്റെ അടുത്ത്. അപ്പോൾ ഈ അനുഗ്രഹവും ശാപം എന്നുള്ള ഒരു ക്ലാസ് കേട്ടപ്പോൾ ഈ സിസ്റ്റർക്കകത്തൊരു ചിന്ത വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശാപം മുഴുവൻ മാറിപ്പോയെങ്കിൽ എനിക്ക് ഡെലിവറി പെയിൻ ഉണ്ടാകാൻ പാടില്ലല്ലോ. ആരും പ്രസംഗിച്ചൊന്നും അല്ല കേട്ടോ. അവരൊരു ക്ലാസ് കേട്ടപ്പോൾ, പാസ്റ്റർ MA വർഗീസിൻ്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ അവരുടെ അകത്ത് വന്ന ചിന്തയാൽ അവർ തീരുമാനിച്ച് പ്രാർത്ഥിച്ചതാണ്. അങ്ങനെ സിസ്റ്റർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെ അറിയും പെയിൻ വരുന്നത്? എങ്ങനെ അറിയും? അവരവന് കാരണം കണ്ടെത്തി. ഈ ബോധമില്ലാത്ത ആൾക്കാരൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം സയൻസും ശാസ്ത്രവും എല്ലാം അറിയുന്നവരാ. അതുകൊണ്ട് അവരുടെ പഠനം ആദ്യം പറഞ്ഞത്. ആ സിസ്റ്ററിനോട് പറയുകയാണ്, പക്ഷേ 2 മക്കളെ ഞാൻ പ്രസവിച്ചു. മോളുടെ പേര് അക്സ, താഴെയുള്ളവരുടെ പേര് ഞാൻ മറന്നുപോയി. ലിൻസിക്ക് അറിയാം. ആഷേർ അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. അക്സയും ആഷേറും. എന്നോട് സിസ്റ്റർ പറയാണ്, പക്ഷേ 2 ഡെലിവറി കഴിഞ്ഞു. 2നും ഒരു, കേൾക്കണം കേട്ടോ, 2നും ഒരു സൂചി കുത്തുന്ന വേദന ഞാൻ അനുഭവിച്ചിട്ടില്ല. 2-3 പേര് ഇങ്ങനെ കൈ പൊക്കണമെന്ന് ആലോചിച്ച് വന്ന് കൈ പൊക്കി, വേണ്ട കൈ പൊക്കണ്ട. അപ്പൊ എന്താണ് ഇത് കാരണം? ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞിരുന്നു, ലംബാനോ അവർ അതിനെ അവരുടെ വശീകരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2 ലംബാനോ ഉണ്ട്, ഡെക്കാത്തലോനും ഉണ്ട്. ഡെക്കാത്തലോനുള്ള എന്തോ ഒരു വാക്കുണ്ട്, ഡിയാക്കോ എന്താ വാക്കെന്താ? ആരെങ്കിലും നോക്കിയായിരുന്ന വാക്ക്? ആർക്കെങ്കിലും കിട്ടിയായിരുന്ന വാക്ക് എന്താന്ന്? എനിക്കിതുവരെ വാക്ക് കിട്ടിയിട്ടില്ല. ഞാൻ നോക്കി പറയാം. ഡിക്കോമ എന്നാണോ? ഞാൻ ഡെക്കോമായി എന്നാണ് കറക്റ്റ്. ഓക്കെ. അപ്പം ഈ ലംബാനോ വേറെ, ഡെക്കോമായി വേറെ. അത് നീനസിസ്റ്റക്ക് ഉണ്ടായാൽ ആമേൻ, പ്രൈസ് ദ ലോർഡ്. ആർക്ക് വേണം ഉണ്ടാകാം, എനിക്കുണ്ടാകും, നിങ്ങൾ ഉണ്ടാകട്ടെ, പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെ കൈ ഉയർത്തി എന്നെ സ്വീകരിക്കുന്നു. പക്ഷെ ലംബാനോ അതല്ല. ഇങ്ങനെ ഒന്ന് ബൈബിളിൽ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒന്ന് ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ,
ഇങ്ങനൊരു സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ അതിനെ ഇങ്ങ് അവകാശമായിട്ട് എടുക്കുക. തൃശ്ശൂർ പറഞ്ഞില്ലേ, നമ്മുടെ ആൾ പറഞ്ഞില്ലേ, ഞാൻ തൃശ്ശൂരിന് ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞില്ല, അതുപോലെ ഇത് ബൈബിളിനകത്തുള്ള ഞാൻ ഇങ്ങ് എടുക്കുക. ഇതാണ് ലംബാനോ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കൈവീശിയ പോരാ, അവിടെ നമ്മുടെ വചനത്തോടുള്ള നമ്മുടെ പ്രതികരണവും വചനത്തിലുള്ള നമ്മുടെ ഫെയ്ത്തിനകത്തുള്ള ആക്ഷനും മാറാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മുതൽ സ്ത്രീയുടെ മേൽ, ഭൂമിയുടെ മേൽ, പുരുഷന്റെ അധ്വാനങ്ങളുടെ മേൽ, മാനവകുലത്തിന്റെ മേൽ, യഹൂദന്റെ മേൽ വന്നിരിക്കുന്ന സകല ശാപങ്ങൾക്കും പരിഹാരമായിട്ടാണ് യേശു കാൽവരിൽ മരിച്ചത്. അവൻ കാൽവരിൽ ശാപമാക്കപ്പെട്ടത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി അത് വിശ്വസിക്കാൻ നീ റെഡിയാണെങ്കിൽ, ഞാൻ പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചില്ല കേട്ടോ, ഞാനിതിന്റെ വ്യത്യാസം പറഞ്ഞു വന്നതേ ഉള്ളൂ. അപ്പൊ പഴയ ഉടമ്പടിയിൽ തന്നെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചുള്ളവരുണ്ട്. കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് അവർ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, അവർ അനുഗ്രഹം ഈ ഭൂമിയിൽ അവർ അനുഭവിച്ചുവെങ്കിൽ, പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത ഇത്, നിങ്ങൾ ദൈവത്താലുള്ള അനുഗ്രഹത്തിലേക്ക് പ്രവേശിച്ച് ഈ ഭൂമിയിലുള്ള ദൈവിക ലക്ഷ്യങ്ങൾ നിവർത്തിക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾ നിത്യവിളവിന്റെ മഹത്വത്തോടെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. ഒരാമേൻ എന്ന് പറയാമെങ്കിൽ, ഉറച്ചു ദൈവത്തിന് ആമേൻ പറയാമെങ്കിൽ പറഞ്ഞു. ഇനി ഇവിടെ ഞാൻ ഇതിന്റെ കൈമാറ്റത്തിലേക്ക് വരികയാണ്. അപ്പൊ നിങ്ങളുടെ മേൽ ന്യായപ്രമാണത്തിന്റെ ശാപം ഉണ്ടോ? ലീഗലി ഉണ്ടോ? ലീഗലി ആവർത്തനം 28 ന്യായപ്രമാണത്തിന്റെ ശാപത്തിന് നിങ്ങളുടെ മേൽ നിൽക്കാൻ അനുവാദം ഇല്ല. സ്തോത്രം. അപ്പൊ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടാലോ? ആവർത്തനം 28 നിങ്ങൾക്ക് കിട്ടുന്നത്, അതോ അതിലും മാത്രമായത് കിട്ടുമോ? ഈ അതമ്പതിച്ച അല്ലെങ്കിൽ വാസൽ കവനന്റിലുള്ള നിയമങ്ങൾ അനുസരിക്കുന്നവന് കിട്ടുന്ന അനുഗ്രഹമാണ് ആവർത്തനം 28-1 മുതൽ 15 വരെ. പുതിയ ഉടമ്പടി അനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹം ആവർത്തനം 28-1 മുതൽ 15 വരെ അല്ല. അവർക്ക് കിട്ടുന്നത് അബ്രഹാമിന്റെ അനുഗ്രഹമാണ്. ആവർത്തനം 28-1 മുതൽ 15 വരെയുള്ള അനുഗ്രഹം അത് അവന്റെ വ്യക്തിപരമാണ്, അവന്റെ കുടുംബമാണ്. അവൻ കുഴയ്ക്കുന്ന മാവ്, അവൻ കുഴയ്ക്കുന്ന തൊട്ടി, അവന്റെ മൃഗസമ്പത്ത്, അവന്റെ പേരും പുറപ്പും, അവന്റെ ജോലി, അവനെ ചുറ്റിപ്പറ്റിയാണ്. ആവർത്തനം 28 മുഴുവൻ വ്യക്തിപരമായി അവനെ ചുറ്റിപ്പറ്റിയാണ്. എന്നാൽ അബ്രഹാമിന്റെ അനുഗ്രഹം അവനെ ചുറ്റിപ്പറ്റിയല്ല. അബ്രഹാമിന്റെ അനുഗ്രഹം, നിന്നെ ഞാൻ ഭൂമിയുടെ അറ്റത്തോളം സകല ജാതികൾക്ക് ഞാൻ നിന്നെ അനുഗ്രഹമാക്കി മാറ്റും. നമ്മളിപ്പോഴും ആവർത്തനം 28 പുറത്തു പോയിട്ടില്ല. ഞാൻ അതിലെ വാക്യങ്ങൾ പറയാറുണ്ട് കേട്ടോ. നീ താഴ്ചയല്ല ഉയർച്ചവനെ പ്രാപിക്കും, ഞാൻ നിന്നെ വാലല്ല തലയാക്കും. അപ്പൊ ഈ വാലല്ല എന്ന് പറയുന്നത് ആരോടാ? വാസൽ കവനന്റിനകത്ത് അടിമയായി നിൽക്കുന്നവനോടല്ലേ ഈ പറയുന്നേ? ഹലോ, നിങ്ങളുടെ അകത്ത് ഞാൻ ഈ ഉടമ്പടിയുടെ വ്യത്യാസം പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ആവർത്തനം 28 പറയുന്നത് എന്താ? വാലല്ല. ആരാ വാല്? അവനിപ്പോൾ അടിമയോട് ചെയ്തിരിക്കുന്ന ഉടമ്പടി ചെയ്തിരിക്കിയാൽ അവനിപ്പോൾ വാലല്ലേ? അപ്പൊ വാലല്ലെന്ന് പറയാൻ കാരണം എന്താ? നിന്നോട് വന്നിരിക്കുന്ന ഉടമ്പടി തന്നെ വാലിനോടുള്ള ഉടമ്പടിയാണ്. എന്നോട് വന്നിരിക്കുന്ന ഉടമ്പടി വാലിനോടുള്ള ഉടമ്പടിയല്ല, എന്നോട് വന്നിരിക്കുന്ന ഉടമ്പടി പുത്രനോടുള്ള ഉടമ്പടിയാണ്. ഓ റബാനഗഷസ്, എന്നോട് വന്നിരിക്കുന്ന ഉടമ്പടി പുത്രത്വത്തിന്റെ കവനന്റാണ്. ഓ, നിന്റെ സന്തതിയെ ഞാൻ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. നിങ്ങൾക്ക് കവനന്റിന്റെ റേഞ്ചിൽ വന്ന മാറ്റം മനസ്സിലാക്കുന്നെങ്കിൽ, നിങ്ങളുടെ പദവിക്ക് വന്ന മാറ്റം മനസ്സിലാക്കുന്നെങ്കിൽ, മറ്റൊന്നിനും ആമ്യം പറയാതെ ഇത്ര മഹത്വകരമറിയ ഒരു ഉടമ്പടിയുടെ ഭാഗമാക്കി ദൈവം എന്നെ മാറ്റുവിനാൽ ദൈവത്തിന് ഇന്ന് രാത്രി ആരാധന കൊടുക്കണം. ഞാനൊരു പുതിയ കവനന്റിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. ഞാൻ മിനിഞ്ഞാന്ന് രാത്രി, ശനിയാഴ്ച രാത്രി ഞാൻ പിന്നെ സ്വപ്നം കാണുക. ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രഹാമിനോട് ദൈവം ചെയ്ത കവനന്റിനകത്ത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണി ജനത്തോട് പറയുന്നത്.
ഞാൻ വായിച്ചിട്ടില്ല. അതിന് ശേഷം സ്വപ്നം കണ്ട ശേഷം വായിച്ചിട്ടില്ല. ആ ഒരു വാക്യം ഞാൻ സ്വപ്നം കണ്ടത് ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 2-3 ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ 2-3 വാക്യം കാണുക. ഞാൻ ആ വാക്യം പ്രസംഗിക്കുക. പ്രസംഗത്തിൻ്റെ ബ്ലെസ്സിങ് ദൈവം ജനത്തിൻ്റെ മേൽ തുറക്കുക. ഞാൻ സ്വപ്നം കണ്ട ഞായറാഴ്ച രാവിലെ സ്വപ്നം കണ്ട ഞാൻ എഴുന്നേൽക്കുന്നത് കേൾക്കുന്നുണ്ട് നിങ്ങൾ. ദൈവാത്മാവ് ഈ അബ്രഹാമിന്റെ കവനന്റിന്റെ അനുഗ്രഹം പുതിയ ഉടമ്പടിയിലൂടെ നിങ്ങളുടെ മേൽ തുറക്കാൻ പോവുകയാണ്. പഴയ ഉടമ്പടിയിലുള്ള ശാപങ്ങൾക്കോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നവനോ നിങ്ങളിൽ തുടരാൻ അനുവാദമില്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് അതിനെ നിങ്ങൾ ഇന്ന് ക്യാൻസൽ ചെയ്തത് യേശുക്രിസ്തുവിന്റെ കാൽവറി മരണമാണ്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ യേശു നിങ്ങൾക്ക് വേണ്ടി കാൽവറി ശാപമാക്കപ്പെട്ടു. അതുകൊണ്ട് ആവർത്തനം 27 പറയുന്ന ഏതെങ്കിലും ശാപലക്ഷണങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടേതല്ല. അതല്ലാത്തതിന് അപ്പവനെ കൊടയണം. ഇനി ഏതെങ്കിലും ഒരു സ്വഭാവ ദൂഷ്യത്താൽ, ഏതെങ്കിലും ഒരു ഘടകത്താൽ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിലേക്ക് ശാപം വരാനായിട്ടുള്ള പല മുഖാന്തരങ്ങളുണ്ട്. അത് നിങ്ങളുടെ വാക്കുകളിലൂടെ, നിങ്ങളുടെ ഇടപെടലുകളിലൂടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാത്തതിലൂടെ എവിടെയെങ്കിലും അതിനൊരു സോഴ്സ് ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ സോഴ്സിനെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ റെഡിയായി ക്രിസ്തുവിന്റെ കാൽവറിലേക്ക് നിങ്ങൾ വന്നാൽ, ക്രിസ്തുവിന്റെ കാൽവറിൽ നടന്ന 9 കൈമാറ്റങ്ങൾ ഇന്ന് രാത്രി അവൻ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. 1 മിനിറ്റ് ഒന്ന് അന്യഭാഷ പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. 1 മിനിറ്റ് നേരം. ഷാഖാബാന അന്തൽ ഘടകദന ഷസ്കനാദിനാഥന. നിങ്ങൾ പഴയ ഉടമ്പടിയുടെ ഭാഗമല്ല. നിങ്ങൾ പഴയ ഉടമ്പടിയുടെ ശാപം ചുമക്കേണ്ടവരല്ല. നിങ്ങൾ പുതിയ ഉടമ്പടിയുടെ ഭാഗമാണ്. ഒന്ന് കരമടിച്ച്, ഒന്ന് കരം തട്ടി, ഒന്ന് അപരങ്ങൾ തുറന്ന് അത് ലംബാനോയി, അതൊരു ലംബാനോയി. ആ മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി അത് തുറന്നു വരും. ഇന്ന് രാത്രി അത് കുടുംബങ്ങളുടെ മേൽ തുറന്നു വരും. ഷഖനബദന ഇന്ന് രാത്രി അത് കുടുംബങ്ങളുടെ മേൽ തുറന്നു വരും. നാളുകളായി നിന്റെ കുടുംബത്തിനകത്ത് വാഴുന്ന വരൾച്ചകളെ അത് പൊട്ടിച്ചു മാറ്റും. ഷാറാധനാദിനാഥന ഇന്ന് രാത്രി അവരെ ശാസിക്കുക. ഇന്ന് രാത്രി അവരെ ശാസിക്കുക. അധികാരത്തോടെ ശാപത്തിന്റെ ലക്ഷണങ്ങളെ ഇന്ന് രാത്രി വലിച്ചു കീറിക്കളയാൻ ഇസ്രായേൽ ജനം വാസൽ കവനത്തിനകത്ത് പെട്ടപ്പോൾ അവരെ മേൽ വന്ന ശാപത്തിന് എന്റെ കുടുംബത്തിന്മേൽ വാഴാൻ അനുവാദമില്ല, എന്റെ തലമുറ മേൽ വാഴാൻ അവകാശമില്ല. അത് ലംബാനമായി പ്രഖ്യാപിക്കാൻ, അത് ലംബാനയാണ്. അത് ഇന്ന് രാവിലെ നിന്റെ അവകാശമാണ്. നീ പുത്രനാകിയാൽ, നീ രാജാവാകിയാൽ, നീ പുരോഹിതനാകിയാൽ, നീ ന്യായപ്രമാണ പ്രകാരം മരിച്ച്, പാപത്തിന് മരിച്ച് ക്രിസ്തുയേശുവിൽ ജീവിക്കുന്നവളാകിയാൽ ഇത് നിന്റെ മേൽ തുറക്കും. സകല ദാരിദ്ര്യങ്ങളെയും, സകല രോഗങ്ങളെയും, സകല ഇപ്പോൾ ഞാൻ ശാസിക്കുകയാണ്. ആവർത്തിച്ചു വരുന്ന രോഗങ്ങൾ, വിട്ടുപിരിയാത്ത പാരമ്പര്യ രോഗങ്ങൾ, കുടുംബ തകർച്ചകൾ, പിതാക്കന്മാരിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറുന്ന രോഗങ്ങൾ, ശാപക്കെടുതികൾ, സാമ്പത്തിക തകർച്ചകൾ, ചില കുടുംബങ്ങളെ അവസാനിപ്പിക്കുന്നവരെ, ചില കുടുംബങ്ങളെ അതിന് അടിവേർ ഇളക്കും വരെ ആഴത്തിൽ നശിപ്പിക്കുക ശാപത്തിന്റെ വേരുകളെ ഇന്ന് രാത്രി ഞങ്ങൾ കാൽവരിയുടെ വെളിപ്പാടിൽ, പുതിയ ഉടമ്പടിയുടെ വെളിപ്പാടിൽ ഞങ്ങൾ ഇന്ന് രാത്രി അവനെ ശാസിക്കുകയാണ്. തുറന്നു വരട്ടെ, വെളിച്ചം തുറന്നു വരട്ടെ, ജീവന് വരെ മേൽ പ്രകാശിക്കട്ടെ, മഹത്വം അവരെ തുറക്കട്ടെ. മഹത്വം ഇന്ന് രാത്രി വരെ മേൽ തുറക്കട്ടെ, ജീവൻ ഇന്ന് രാത്രി വരെ മേൽ തുറക്കട്ടെ. ഒരു പിതൃ ശാപങ്ങളും ഇവരെ മേൽ വാഴരുത്. ഇവരുടെ മൈൻഡ് സെറ്റിനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പൊളിച്ചു പണിയണമേ. ഞാനിവരെ ബ്ലസ് ചെയ്യുന്നു. പഴയത് തുടരില്ലെന്ന് മാത്രമല്ല, പുതിയ വചനത് തുറക്കട്ടെ. പുത്രത്വത്തിന്റെ അവകാശം തുറക്കട്ടെ, പുത്രത്വത്തിന്റെ അധികാരം തുറക്കട്ടെ, ഡിവൈൻ റിസോഴ്സസുകൾ തുറക്കട്ടെ, കിങ്ഡം പ്രോസ്പെരിറ്റികൾ തുറക്കട്ടെ, കിങ്ഷിപ്പുകൾ തുറക്കട്ടെ, ജീവനിൽ വാഴുന്ന അവകാശങ്ങൾ തുറക്കട്ടെ. ഇവരുടെ തലമുറകൾ മടങ്ങി വരട്ടെ. പ്രവാസങ്ങൾ പാപത്താൽ വന്ന പ്രവാസങ്ങൾ, ന്യായപ്രമാണം തെറ്റിച്ചതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് വന്ന പ്രവാസങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ വീണ് കിടക്കുന്ന അകൽച്ചകളെ ഇന്ന് രാത്രി പരിശുദ്ധ
പരിശുദ്ധാത്മാവേ, ക്രൂശിന്റെ വെളിപ്പാട് ഞങ്ങൾ ശാസിക്കുകയാണ്. അങ്കൽ കടകദന വൈശ പ്രൗഢമന, അങ്കൽ കടകദന വേദ പ്രൗഷമന, ഹത്തൽ കടകദന വൈശ പ്രൗഢമന കടകദനം. നമ്മൾ ഇന്ന് രാത്രി പഴയ കവനന്റിലുള്ള, വാസൽ കവനന്റിലുള്ള അവസ്ഥകളാണ് പറഞ്ഞത്. പുതിയ ഉടമ്പടിയിലേക്ക് നമ്മൾ വന്നിട്ടില്ല കേട്ടോ. ന്യൂ കവനന്റ് പ്രത്യേകത എന്താ അറിയാമോ? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു ശുശ്രൂഷകൻ നമ്മെ തികഞ്ഞവനാക്കാൻ ഇപ്പോൾ ശുശ്രൂഷിക്കുന്നുണ്ട് കേട്ടോ. സ്വർഗത്തിൽ ഇപ്പം ശുശ്രൂഷിക്കാൻ ഇപ്പം വിശേഷതയേറിയ ശുശ്രൂഷയാണ്. ഞാൻ അതിലേക്ക് വരും. ഞാൻ രണ്ടും കൂടെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുക. ഒന്ന്. രണ്ട്, ഇപ്പോൾ അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ്. ഒന്ന്, പുരോഹിതനാണ്, മഹാപുരോഹിതനാണ്. രണ്ട്, മധ്യസ്ഥനാണ്. മൂന്നവൻ പുതിയ നിയമത്തിൻ്റെ ടെസ്റ്റേറ്ററാണ്. മൂന്നവൻ പുതിയ നിയമത്തിൻ്റെ എക്സിക്യൂട്ടറാണ്. ഹലോ, വിൽപത്രത്തിൻ്റെ എക്സിക്യൂട്ടറാണ്. ഈ പദം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ പദം എടുക്കുകയെ. പുതിയ നിയമത്തിനകത്ത് നിങ്ങളുടെ മേൽ പകരാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്ന വിൽപത്രത്തിന്റെ, എഴുതി വെച്ച വിൽപത്രത്തിനകത്തുള്ളത് മുഴുവൻ നിന്നിലേക്ക് എഴുതി ചേർക്കുന്ന എക്സിക്യൂട്ടറാണ് അവൻ. ഓ ഷാറാഫ, എക്സിക്യൂട്ടറാണ്. അപ്പൊ ന്യൂ കവനന്റിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരുവനുണ്ട്. അതിന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ലംബാനോ ഇങ്ങെടുക്കുക ഞാനത് എടുക്കുക. പഴയ നിയമത്തിനകത്ത് ദൈവാത്മാവ് അബ്രഹാമിയ കവനന്റിനകത്ത്, പഴയ പുതിയ ഉടമ്പടിക്കകത്ത് ദൈവാത്മാവ് അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തവനെ ഞാൻ ഇങ്ങെടുക്കുക. നിങ്ങളുടെ അകത്തത് കയറുന്നുണ്ടോ? കയറുന്നുണ്ട്. നിങ്ങൾ പഴയ ഉടമ്പടിയിൽ ജീവനുള്ള ദൈവം ഉണ്ടെന്ന് വാസൽ കവനന്റിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഏലിയാവ് തെളിയിച്ചത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വാസൽ കവനന്റ് നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഏലിയാവ് ജീവനുള്ള ദൈവം ഉണ്ടെന്ന് ഒറ്റവരുത്തം തെളിയിച്ചത്. അങ്ങനെയെങ്കിൽ ന്യൂ കവനന്റിൽ നമുക്കത് എത്ര മഹത്വത്തോടെ തെളിയിക്കാം. ഓ വാസൽ കവനന്റിനകത്ത് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് അവർ ഈ അത്ഭുതങ്ങൾ മുഴുവൻ കണ്ടത്. വാസൽ കവനന്റ് ആക്റ്റീവായി നിൽക്കുന്ന കാലഘട്ടത്തിലല്ലേ യോശുവ സൂര്യനോട് കൽപ്പിച്ചത്, ചന്ദ്രനോട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രകൃതി ശക്തികളെ നിയന്ത്രിച്ചത് വാസൽ കവനന്റ് നിലനിൽക്കുന്ന കാലഘട്ടത്തിലല്ലേ? അപ്പോൾ ദാസനായി നിൽക്കുന്ന, അടിമയായി നിൽക്കുന്ന, ആ പ്രാബല്യത്തിൽ നിൽക്കുന്ന, അടിമത്തത്തിന്റെ നിയമം പ്രാബല്യത്തിൽ നിൽക്കുന്ന കാലത്ത് അവർക്ക് പ്രകൃതിയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെങ്കിൽ പുത്രന്മാർ തിരിച്ചറിഞ്ഞ് എഴുന്നേൽക്കാൻ പോവുകയാണ്. പുത്രന്മാർ തിരിച്ചറിഞ്ഞ് എഴുന്നേൽക്കാൻ പോവുകയാണ്. എത്ര പേരവൻ ആമേൻ പറയും? എത്ര പേരവൻ ആമേൻ പറയും? എത്ര പേരവൻ ആമേൻ പറയും? എത്ര പേരവൻ ആമേൻ പറയും? നിങ്ങൾ പഴയ നിയമത്തിൽ ചെയ്തതിനേക്കാൾ വലിയത് ചെയ്യും. നിങ്ങൾ യേശു ചെയ്തതിനേക്കാൾ വലിയത് ചെയ്യും. നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങൾ, നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥകൾ നിങ്ങളെ ബാധിക്കരുത് കേട്ടോ. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ വേറൊരു കവനന്റിന്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചില്ലേ, ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ യുദ്ധം നടന്നപ്പോൾ അമേരിക്കയുടെ എംബസി എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവിടെ ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മദ്രാസിലുണ്ട്. അവിടെ ഒരു അമേരിക്കൻ എംബസി ഉണ്ട്. എന്റെ ചോദ്യം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തിലെ ഒരു പൊടി അമേരിക്കൻ എംബസിക്കകത്ത് കയറിയോ? എന്റെ ചോദ്യം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ നടന്ന യുദ്ധത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിടുന്നു, ഡ്രോൺ അയക്കുന്നു, പലവിധത്തിലുള്ള മിസൈൽ. ഇതൊന്നും അമേരിക്കൻ എംബസിയെ തൊട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തിന്റെ അംബാസഡർമാരാണ്. ദൈവത്തിന്റെ അംബാസഡർമാരാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ ഇതൊന്നും തുടരുക. ഇതൊന്നും തൊടാത്ത ഒരു ഉടമ്പടിയുടെ ഭാഗമാണ് നിങ്ങൾ. അതുകൊണ്ട് ആ ഉടമ്പടിയുടെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് നിറഞ്ഞു നിൽക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇതിനുശേഷം പ്രാർത്ഥിച്ച ശേഷം ഞാനൊരു അനൗൺസ്മെന്റ് പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ കേട്ടിച്ച് പോകുന്നത് നല്ലതാണ് എന്ന് ഓർപ്പിക്കുന്നു. ഒറ്റവാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് രാത്രി ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് ചെയ്ത വാസൽ കവനന്റിനകത്തുള്ള ഉടമ്പടിയുടെ ചില കാര്യങ്ങൾ ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. ഒരു അടിമയോട് ചെയ്യുന്ന ഉടമ്പടിക്കകത്ത് ഇത്രയും അനുഗ്രഹങ്ങളും ഇത്രയും ശാപങ്ങളും അങ്ങ് വെച്ചല്ലോ. അത് അവരോട് ചെയ്തതാണല്ലോ.
അവർ വചനം ചിട്ടിച്ചപ്പോൾ അവർക്ക് വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ശാപത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നുപോലും ഈ കുടുംബങ്ങൾ മേൽ വാഴരുത്. ഇവർ വേറൊരു ഉടമ്പടിയുടെ പാർട്ടാണ്, ഇവർ വേറൊരു ഉടമ്പടിയുടെ ഭാഗമാണ്. അതുകൊണ്ട് പുതിയ കവനന്റിന്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഇവരെ മേൽ ഒരു ശാപത്തിനും വാഴാൻ അധികാരം ഇല്ല എന്ന വെളിപ്പാടിൽ ഇവർ ദൈവത്തിൽ ഉറപ്പിക്കപ്പെട്ടവരായി മാറട്ടെ. ജീവിതത്തിൽ മാതാപിതാക്കളിൽ നിന്ന് മറ്റേതെങ്കിലും ന്യായമായ കാരണങ്ങളാൽ വന്ന ശാപങ്ങളുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ക്രൂശിന്റെ മഹിമയിൽ കർത്താവിനെ ആരാധിപ്പാൻ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അതിൻ്റെ മഹിമയും വിടുതലും അനുഗ്രഹവും ഐശ്വര്യവും അനുഭവിപ്പാൻ ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും എന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ രാത്രിയിൽ ജയം നൽകി കർത്താവിനെ ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ.